വായിച്ച തിരുവെഴുത്തുകൾ ആദ്യം മലയാളത്തിൽ വായിക്കണം, പിന്നീട് തമിഴിൽ വായിച്ച് സഹായിക്കണമെന്ന് ഓർപ്പിക്കുന്ന എബ്രായ ലേഖനം 11-ാം അധ്യായത്തിൻ്റെ 26-ാമത്തെ തിരുവെഴുത്ത് വായിച്ച് സഹായിച്ചാട്ട്. മിസ്രൈമിലെ നിക്ഷേപങ്ങളെക്കാൾ ക്രിസ്തുവിന്റെ നിന്ന വലിയ ധനമെന്ന് എണ്ണുകയും ചെയ്തു. ഇനി തമിഴില്. இனி வரும் பலன் மேல் நோக்கமாயிருந்து எகிப்திலுள்ள பொக்கிஷங்களிலும் கிறிஸ்துவ நிமித்தம் வரும் நிந்தையை அதிக பாக்கியமென்று எண்ணினான். മിസ്രൈമിലെ നിക്ഷേപങ്ങളെക്കാൾ ക്രിസ്തുവിൻ്റെ നിന്ന വലിയ ധനം എന്ന് എണ്ണുകയും ചെയ്തു. ഒരിക്കൽ കൂടി കരമുയർത്തി ദൈവത്തെ മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ. കൂടപ്പെട്ട പ്രിയപ്പെട്ടവർക്ക് ഒരിക്കൽ കൂടി വന്ദനം. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. എബ്രായ ലേഖനം 11-ാം അധ്യായത്തിൻ്റെ 26-ാമത് തിരുവെഴുത്താണ് ഇന്ന് രാത്രിയിലെ ദൈവവചന ധ്യാനത്തിന് അടിസ്ഥാനമായിട്ട് വായിച്ചത്. മിസ്രൈമിലെ നിക്ഷേപങ്ങളെക്കാൾ ക്രിസ്തുവിൻ്റെ നിന്ന വലിയ ധനം എന്ന് എണ്ണുകയും ചെയ്തു. നമുക്കറിയാം, എബ്രായ ലേഖനം ധന്യനായ പൗലൂസിനാൽ എഴുതപ്പെട്ട ഈടുറ്റ ലേഖനമാണ്. സാധാരണ എപ്പോഴും ഈ ലേഖനത്തിൽ നിന്ന് സംസാരിക്കുമ്പോൾ പറയുന്ന ചില കാര്യങ്ങൾ മുഖവരയായിട്ട് വീണ്ടും ഓർപ്പിക്കുന്നു. ലേഖനങ്ങളിൽ വളരെ ഈടുറ്റ ലേഖനമാണ് എബ്രായ ലേഖനം. വിശ്വാസത്തിൽ ക്ഷീണവും പെശകും സംഭവിച്ച എബ്രായ ക്രിസ്ത്യാനികളെ വിശ്വാസത്തിൽ ഉറപ്പിച്ച് നിലനിർത്താൻ എഴുതിയ ലേഖനമാണ് എബ്രായ ലേഖനം. എബ്രായ ലേഖനത്തിലെ പ്രതിപാദ്യ വിഷയം ഏറെ നല്ലത് എന്നുള്ള പ്രയോഗമാണ്. ഏറെ നല്ലത്. പഴയതിനേക്കാൾ, വിട്ടുപോകുന്നതിനേക്കാൾ, ഉപേക്ഷിച്ചതിനേക്കാൾ, വേണ്ടെന്ന് വെച്ചതിനേക്കാൾ, അല്ലെങ്കിൽ തിരസ്കരിച്ചതിനേക്കാളൊക്കെ ഏറെ നല്ല സ്ഥലത്തും സ്ഥാനത്തുമാണ് നിങ്ങൾ വന്നു കയറിയിരിക്കുന്നത്. എബ്രായ ലേഖനത്തിലെ പ്രതിപാദ്യ വിഷയം അതാണ്. പ്രതിപാദ്യ പുരുഷൻ കർത്താവായ യേശു ക്രിസ്തു. യേശു ക്രിസ്തുവാണ് ഏറ്റവും ശ്രേഷ്ഠൻ. ഓരോ അധ്യായത്തിലും ക്രിസ്തുവിൻ്റെ ശ്രേഷ്ഠത പൗലോസ് വെളിപ്പെടുത്തുന്നുണ്ട്. അവിടുന്ന് ദൂതന്മാരെക്കാൾ ശ്രേഷ്ഠൻ, അവിടുന്ന് അപ്പോസ്തോലന്മാരെക്കാൾ ശ്രേഷ്ഠൻ, അവിടുന്ന് മോശയേക്കാൾ ശ്രേഷ്ഠൻ, അവിടുന്ന് യോശുവായേക്കാൾ ശ്രേഷ്ഠൻ, ക്രിസ്തുയേശു ഹാബേലിനേക്കാൾ ശ്രേഷ്ഠൻ. യേശുക്രിസ്തു പുരോഹിതന്മാരെക്കാൾ ശ്രേഷ്ഠൻ, ക്രിസ്തുയേശു മൽക്കീസദേക്കിനേക്കാൾ ശ്രേഷ്ഠൻ, യേശുക്രിസ്തു അഹരോനേക്കാൾ, ആദ്യ മഹാപുരോഹിതൻ അഹരോനേക്കാൾ ശ്രേഷ്ഠൻ, യേശുക്രിസ്തു ദൈവാലയത്തേക്കാൾ ശ്രേഷ്ഠൻ, അവിടുന്ന് സ്വർഗത്തേക്കാൾ ശ്രേഷ്ഠൻ. അങ്ങനെ ഓരോ അധ്യായത്തിലും യേശുക്രിസ്തു ശ്രേഷ്ഠൻ ശ്രേഷ്ഠൻ എന്ന് പൗലോസ് തെളിയിക്കുകയാണ്. മൽക്കീസദേക്കിൻ്റെ കാര്യങ്ങൾ പറഞ്ഞ് വരുന്ന കൂട്ടത്തിൽ ക്രിസ്തുവിനെയും കൂടെ ചേർത്ത് പഠിക്കുമ്പോൾ അവിടെ ഇങ്ങനെ പ്രയോഗം ചെയ്തിരിക്കുന്നത്, ഇവൻ എത്ര മഹാനെന്ന് നോക്കുവീൻ. ആർക്കും നോക്കാം യേശുവിനെ, ആർക്കും യേശുവിൻ്റെ അടുത്ത് വരാം. ഞാൻ എപ്പോഴും പറയും, ഏത് വിഭാഗത്തിൽപ്പെട്ടവർക്കും യേശുവിനെ നോക്കാം, യേശുവിൻ്റെ അടുക്ക വരാം. ചില സ്ഥലങ്ങളിൽ, ചില ഇടങ്ങളിൽ ചിലർക്ക് ചെല്ലാനൊക്കത്തില്ല,
കാണാനൊക്കത്തില്ല, കാണും കയറുമെന്നൊക്കെ പറഞ്ഞ് പാടി വെളിയിൽ കൂടെ നടക്കുക. ഞാൻ പോകും, അവിടെ ഞാൻ കയറും, ഒരു ദിവസം ഞാനവിടെ മിക്കവാറും. എന്നാൽ യേശുവിൻ്റെ അടുക്കൽ ആർക്കും ഏത് സമയത്തും വരാം. അതുപോലെ ശ്രേഷ്ഠനായ യേശു ക്രിസ്തു. കറുത്തവനും വരാം, വെളുത്തവനും വരാം, കാശുള്ളവനും വരാം, കാശില്ലാത്തവനും വരാം, പണ്ഡിതനും വരാം, പാമരനും വരാം, അല്ലെങ്കിൽ കുചേലനും വരാം, കുബേരനും വരാം, കഴിവുള്ളവനും കഴിവ് കെട്ടവനും എല്ലാം യേശുവിനിടയ്ക്ക് വരാം. സ്ത്രീക്കും വരാം, പുരുഷനും വരാം, കുഞ്ഞുങ്ങൾക്കും വരാം, പ്രായമുള്ളവർക്കും വരാം. ആർക്കും ഏത് സമയത്തും യേശുവിൻ്റെ അടുക്ക വരാം. അതുപോലെ ശ്രേഷ്ഠനാണ് ഞാനും നിങ്ങളും ആരാധിക്കുന്ന യേശു ക്രിസ്തു. ഇന്ന് രാത്രി നമ്മുടെ നടുവിൽ നടകൊള്ളുന്ന നസറയനാകുന്ന ക്രിസ്തു. ഉന്നത ദൈവ നന്ദനുലകിൽ വന്നിതു കന്യാജാതനായി. ഉന്നത ദൈവ നന്ദനുലകിൽ വന്നിതു കന്യാജാതനായി. ഇന്നോളം ഒരാൾ വന്നില്ലിതുപോൽ അനവതാരം നിസ്തുലം. ഇന്നോളം ഒരാൾ വന്നില്ലിതുപോൽ അനവതാരം നിസ്തുലം. എന്തോരത്ഭുത പുരുഷൻ ക്രിസ്തു, തന്റെ മഹിമാ നിസ്തുലം. എന്തോരത്ഭുത പുരുഷൻ ക്രിസ്തു, തന്റെ മഹിമാ നിസ്തുലം. എന്തോരത്ഭുത പുരുഷൻ തന്റെ മഹിമാ നിസ്തുലം. കലുഷതലേശം കാണുന്നില്ലേ മനുഷ്യനിലം നുര ചെയ്തുതാൻ. കലുഷതലേശം കാണുന്നില്ലേ മനുഷ്യനിലം നുര ചെയ്തുതാൻ. മരണമതിൽ വിധിയെഴുതിയ ദിവനെ പ്രതിമാത്രം ഭൂമിയത്ഭുതം. മരണമതിൽ വിധിയെഴുതിയ ദിവനെ പ്രതിമാത്രം ഭൂമിയത്ഭുതം. എന്തോരത്ഭുത പുരുഷൻ ക്രിസ്തു, തന്റെ മഹിമാ നിസ്തുലം. എന്തോരത്ഭുത പുരുഷൻ ക്രിസ്തു, തന്റെ മഹിമാ നിസ്തുലം. പാനായി സ്ഥലമില്ലാത്തോൻ ഉലകമകാന്മാർ മുൻപിലോ. തലചായ് പാനായി സ്ഥലമില്ലാത്തോൻ ഉലകമകാന്മാർ മുൻപിലോ. തല താഴ്ത്താതെ നിലതെറ്റാതെ തലമൊടു ജീവിച്ചത്ഭുതം. തല താഴ്ത്താതെ നിലതെറ്റാതെ തലമൊടു ജീവിച്ചത്ഭുതം. എന്തോരത്ഭുത പുരുഷൻ ക്രിസ്തു, തന്റെ മഹിമാ നിസ്തുലം. എന്തോരത്ഭുത പുരുഷൻ ക്രിസ്തു, തന്റെ മഹിമാ നിസ്തുലം. നമ്മുടെ കരം ഉയർത്തി കർത്താവിനെ മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ. അപ്പോൾ യേശു ക്രിസ്തു ഏറ്റവും ശ്രേഷ്ഠൻ. ഇവന് എത്ര മഹാനെന്ന് നോക്കുവിൻ. ഇതുപോലെ യോഗ്യനായ ശ്രേഷ്ഠനായ ഒരുവനില്ല. സ്തോത്രം. അപ്പോൾ കാണാൻ കൊള്ളാവുന്നവനായ യേശു നമ്മളെ പോലൊന്നുമല്ല. നമ്മളെയൊക്കെ കാണാൻ കൊള്ളാവെന്ന് പറഞ്ഞാൽ ഈ മസിൽ പിടിച്ച് സ്തോത്രമൊന്നും പറയാതിരിക്കുന്നത് ഒന്നിനെയും കാണാൻ കൊള്ളുകയല്ല. ഒന്നല്ലെങ്കിൽ മറ്റൊരു കുഴപ്പം
സകല ആൾക്കാർക്കും ഉണ്ട്, എനിക്ക് നിങ്ങൾക്കുമെല്ലാം. യാതൊരു അപാകതയില്ലാത്ത ഒരുവനേ ഉള്ളൂ, യേശു ക്രിസ്തു. ആർക്കും നോക്കാം, ആർക്കും അടുത്ത് വരാം, ഏത് സമയത്തും വരാം. അല്ല ഇന്ന ദിവസം വന്നാൽ യേശുവിനെ കാണുകയുള്ളൂ, അല്ലാത്ത ദിവസം എല്ലാം അടച്ചിടും. ഇല്ലല്ല, ഏത് സമയത്തും അടുത്ത് വരാം, യേശുവിൻ്റെ അടുക്ക വരാം. അപ്പോൾ എബ്രായ ലേഖനത്തിലെ പ്രതിപാദ്യ വിഷയം ഏറെ നല്ലത്. പ്രതിപാദ്യ പുരുഷൻ കർത്താവായ യേശു ക്രിസ്തു. ഓരോ അധ്യായത്തിലും ക്രിസ്തുയേശുവിൻ്റെ ശ്രേഷ്ഠത പൗലോസ് വെളിപ്പെടുത്തി. ആ ഭാഗത്തേക്കൊന്നും ഇനി പോകുന്നില്ല. നമ്മൾ 11-ാം അധ്യായത്തിലേക്കാണ് ഇന്ന് ചിന്ത തിരിക്കുന്നത്. ഈ അധ്യായങ്ങൾ തിരിക്കുന്നതിന് മുമ്പ് വേദപണ്ഡിതാക്കൾ പറയുന്നത് 10ഉം 11ഉം അധ്യായം ഒന്നിച്ച് കിടക്കുകയായിരുന്നു. അപ്പോൾ ഇത് ഒന്നിച്ച് കിടന്ന അധ്യായമാണ്. പിന്നെ അധ്യായം തിരിച്ചപ്പോൾ 10ഉം 11ഉം രണ്ടാക്കി 2 അധ്യായമാക്കിയത്. കാരണം 10-ാം അധ്യായത്തിൻ്റെ ഒടുവിൽ അവസാനിക്കുന്നത് വിശ്വാസം എന്ന വിഷയം പറഞ്ഞ 10-ാം അധ്യായത്തിൻ്റെ ഒടുവിലത്തെ വാക്യം, ആദ്യം ഞാൻ വാക്യങ്ങളെല്ലാം പറയുമ്പോൾ ആദ്യം മലയാളത്തിൽ വായിക്കണം, പിന്നെ തമിഴ് വായിക്കണം. മലയാളത്തിൽ ഇവിടെ വായിക്കണം, തമിഴിൽ അവിടെ. കുഴപ്പമില്ല, നോക്കട്ടെ. ഇവിടെ ആരാ മലയാളത്തിൽ വായിക്കണം? എല്ലാം വായിക്കും, ശുഭാഷകളെന്ന് തോന്നുന്നു. അപ്പോൾ ആദ്യം മലയാളത്തിൽ വായിക്കും, അത് കഴിഞ്ഞ് തമിഴിൽ. ആദ്യം മലയാളത്തിൽ ശുഭാഷ ഒന്ന് വായിച്ചാട്ടെ. മലയാളത്തിൽ അതിൻ്റെ 10-ാം അധ്യായത്തിൻ്റെ 38, 39 വാക്യങ്ങൾ. എന്നാൽ എന്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. പിന്മാറുന്നു എങ്കിൽ എന്റെ ഉള്ളത്തിൽ അവനിൽ പ്രസാദമില്ല. നാമോ നാശത്തിലേക്ക് പിന്മാറുന്നവരുടെ കൂട്ടത്തിലല്ല, വിശ്വസിച്ച് ജീവരക്ഷ പ്രാപിക്കുന്നവരുടെ കൂട്ടത്തിൽ എത്രയാകുന്നു. ഇനി തമിഴ് വായിച്ചാട്ടെ. விசுவாசத்தினாலே நீதிமான் பிழைப்பான், பின்வாங்கி போவானே ஆனால் அவன் மேல் என் ஆத்துமா பிரியமாயிராது என்கிறார். நாமோ கெட்டுப்போக பின்வாங்குகிறவர்களால் இராமல் ஆத்துமா ஈடேற விசுவாசிக்கிறவர்களாய் இருக்கிறோம். അപ്പോൾ ഹബക്കൂക്കിൻ്റെ പ്രവചനത്തിലെ ആ വാക്യങ്ങൾ കോട്ട് ചെയ്ത് പൗലോസ് ചില കാര്യങ്ങൾ പറഞ്ഞു. ആ ഭാഗം ഗലാത്യ ലേഖനത്തിലും കിടപ്പുണ്ട്, റോമാലേഖനത്തിലും ആ കാര്യം, എൻ്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. ആ വാക്യം കോട്ട് ചെയ്താണ് 10-ാം അധ്യായം അവസാനിപ്പിക്കുന്നത്. വിശ്വാസം, എൻ്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. അപ്പോൾ വിശ്വാസത്തിൻ്റെ കാര്യം പറഞ്ഞ് 10-ാം അധ്യായം അവസാനിപ്പിച്ചിട്ട് 11-ാം അധ്യായത്തിന്റെ പ്രാരംഭത്തിൽ വിശ്വാസത്തിന്റെ നിർവചനം അങ്ങോട്ട് പറയുക. വിശ്വാസം എന്നതോ ആശിക്കുന്നതിന്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയമാകുന്നു. 10-ാം അധ്യായം വിശ്വാസത്തിന്റെ കാര്യങ്ങൾ പറഞ്ഞ് അവസാനിപ്പിച്ചിട്ട് അതിന്റെ നിർവചനം 11-ൽ പറയുക. വിശ്വാസം എന്നതോ ആശിക്കുന്നതിന്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയം. അപ്പോൾ 11-ാം അധ്യായം വിശ്വാസ വീരന്മാരുടെ പട്ടികയാണ്. ഹാബേൽ തുടങ്ങി വിശ്വാസ വീരന്മാരെല്ലാം പൗലോസ് അങ്ങോട്ട് നിരത്തി വെച്ചു. അപ്പോൾ അവരുടെ ജീവിതം വെച്ച് പഠിച്ചാൽ ഈ 11-ാം അധ്യായം ഒന്ന് അപഗ്രഥിച്ച് നമ്മൾ വിശ്വാസത്തെ അടിസ്ഥാനപ്പെടുത്തി പഠിച്ചാൽ, ഒരു ദൈവപൈതലിൻ്റെ ജനനം മുതൽ മരണം വരെ വിശ്വാസത്താലായിരിക്കണം. ഇനി ഒന്നുകൂടെ പറഞ്ഞാൽ, തെളിച്ച് പറഞ്ഞാൽ, വീണ്ടും ജനനം മുതൽ, അതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. എല്ലാവരും ജനിച്ചപ്പോഴേ വിശ്വാസമുള്ളവരല്ലല്ലോ. വീണ്ടും ജനനം മുതൽ, അത് വിശ്വാസത്താലാണല്ലോ. അപ്പോൾ വീണ്ടും ജനനം മുതൽ മരണം വരെ, അല്ല നിത്യത വരെ, മുഴുവൻ വിശ്വാസത്താല. ആ എബ്രായ ലേഖനം 11-ാം അധ്യായം പഠിക്കുമ്പോൾ ജനനം മുതൽ മരണം വരെ വിശ്വാസം. വ്യക്തികളെ സംബന്ധിച്ചുള്ള കാര്യങ്ങളാണ് പറയുന്നെങ്കിലും നമ്മോട് ബന്ധപ്പെട്ട് ജനനം മുതൽ മരണം വരെ വിശ്വാസം. അപ്പോൾ 1-2 വാക്യങ്ങൾ നമുക്ക് അതിനോട് അനുബന്ധിച്ച് ചിന്തിക്കാം. ഒരു ദൈവ പൈതലിൻ്റെ ജനനം വിശ്വാസത്താൽ. നിങ്ങൾ അതിൻ്റെ 23-ാമത്തെ വാക്യം പ്രാരംഭത്തിൽ വായിച്ചാട്ടെ. ആദ്യം മലയാളത്തിൽ വായിക്കണം, പിന്നെ തമിഴില്. ഞാൻ തന്നെ വായിക്കാം. 23-ാം വാക്യം. വിശ്വാസത്താൽ മോശയുടെ ജനനത്തിങ്കൽ ശിശു സുന്ദരൻ എന്ന് അമ്മയപ്പന്മാർ കണ്ടു. തമിഴിൽ. மோசே பிறந்தபோது அவனுடைய தாய் தகப்பன்மார் அவனை அழகுள்ள பிள்ளை என்று கண்டு വിശ്വാസത്തിനാലേ രാജാവിനുடைய. അപ്പൊ ശ്രദ്ധിക്കുക, ഇവിടെ മലയാളത്തിൽ കൊടുത്തിരിക്കുന്നത് വിശ്വാസത്താൽ മോശയുടെ
ജനനത്തിങ്കൽ. അപ്പോൾ ഒരു ദൈവപുത്രന്റെ ജനനം എങ്ങനാ? വിശ്വാസത്താല വീണ്ടും ജനനം. നിക്കോദോമസുമായിട്ട് കർത്താവ് സംഭാഷിക്കുന്ന വേളയിൽ സ്തോത്രം, അത് വിശ്വാസത്താൽ സംഭവിക്കുന്ന കാര്യമാണ്, വീണ്ടും ജനനം. യേശുക്രിസ്തു എൻ്റെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി മരിച്ചു. അവിടുത്തെ പരിശുദ്ധ രക്തം സകല പാപങ്ങളും പോക്കി ശുദ്ധീകരിക്കുവാൻ പര്യാപ്തമാണ്. അവിടുത്തെ രക്തം നിർമ്മല രക്തമാണ്. അവിടുത്തെ രക്തം പരിശുദ്ധ രക്തമാണ്. അവിടുത്തെ രക്തം വിലയേറിയ രക്തമാണ്. അവിടുത്തെ രക്തം ഗുണകരമായി സംസാരിക്കുന്ന രക്തമാണ്. അവിടുത്തെ രക്തം വളരെ നിർമ്മല രക്തമാണ്. അവിടുത്തെ രക്തം രോഗശാന്തി തരുന്ന രക്തമാണ്. അവിടുത്തെ രക്തത്തിനകത്ത് യാതൊരു ഊനമില്ലാത്ത രക്തമാണ്. ആ പരിശുദ്ധ രക്തം, പാപമില്ലാത്ത പരിശുദ്ധ രക്തം എൻ്റെ സകല പാപങ്ങളും പോക്കി എന്നെ ശുദ്ധീകരിക്കുവാനും എൻ്റെ പാപങ്ങളെ കഴുകി വെടിപ്പാക്കുവാൻ പര്യാപ്തമാണ്. വിശ്വസിച്ച് പാപങ്ങൾ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച് ആ യേശു ക്രിസ്തുവിന്റെ പരിശുദ്ധ രക്തത്താൽ കഴുകൽ പ്രാപിച്ച് ക്രിസ്തുവേശുവിനെ ഉള്ളത്തിലേക്ക് ഏറ്റെടുത്ത് കഴിയുമ്പോൾ നാം വിശ്വാസത്താൽ വീണ്ടും ജനിച്ചിരിക്കുക. പ്രൈസ് ദി ലോർഡ്. ശുദ്ധിക്കായി നീ യേശു സമീപേ പോയോ, കുളിച്ചോ കുഞ്ഞാട്ടിൻ രക്തത്തിൽ, പൂർണ്ണശ്രേയം ഈ നിമിഷം തൻ കൃപാതന്നിൽ ശുദ്ധിയായോ നീ, കുളിച്ചോ കുഞ്ഞാട്ടി ആത്മശുദ്ധി നൽകും രക്തത്തിൽ, നീ കളങ്കമോ നീ ആങ്കി, കുളിച്ചോ കുഞ്ഞാട്ടിൻ രക്തത്തിൽ, കുളിച്ചോ കുഞ്ഞാട്ടി ആത്മശുദ്ധി നൽകും രക്തത്തിൽ, നിഷ്കളങ്കമോ നീ ആങ്കി, കുളിച്ചോ കുഞ്ഞാട്ടി രക്തത്തിൽ. ഇന്ന് രാത്രി ഒരു ദൈവപൈതലിന്റെ ജനനം വിശ്വാസത്താൽ നടക്കണം. അപ്പോൾ നമ്മുടെ ജനനം വിശ്വാസത്താൽ ജനിച്ചു കഴിഞ്ഞാൽ അവൻ വളർച്ച പ്രാപിക്കണം. വീണ്ടും ജനനം പ്രാപിച്ചു കഴിഞ്ഞാൽ ആ പരുവത്തിനിരിക്കരുത്, വളർച്ച പ്രാപിക്കണം. ചിലർ വീണ്ടും ജനിച്ച് ആ പരുവത്തിൽ 30 കൊല്ലമായിട്ടും ഇരിക്കുന്നത്. അന്ന് ഒരു പാട്ടറിയാം, പരുവത്തിനൊരു കയ്യടി, അന്നും പ്രാർത്ഥിച്ചു തുടങ്ങിയ പരുവത്തിനായി ഇപ്പോഴും ഇപ്പം പിന്നെ തെറ്റിക്കുകയും കൂടെ ചെയ്യുക, ഉള്ള വളർച്ചയും കൂടെ പോയി. അന്നും 2-3 വാക്യം അറിയാം, 30 കൊല്ലം കഴിഞ്ഞപ്പോഴും ആ 2 വാക്യം അറിയാം. അന്ന് 2 പാട്ടുമായിട്ട് 30 കൊല്ലം മുമ്പ് ഇറങ്ങിയതാ, അതിപ്പോൾ 1.5 പാട്ടേ അറിയാവുള്ളൂ, അര പിന്നെ മറന്നുപോയി. യാതൊരു വളർച്ചയും ഇല്ല. പത്രോസ് പറഞ്ഞിരിക്കുന്നത് രക്ഷയ്ക്കായിട്ട് വളരണമെന്നാണ്. രക്ഷയ്ക്കായി വളരുവാൻ വചനമെന്ന മായമില്ലാത്ത പാൽ കുടിപ്പാൻ വാഞ്ചിപ്പിൻ. പിന്നെ ചിലരുടെ ഇരിപ്പ് കണ്ടാൽ മൊത്തം വളർന്നിരിക്കുക, ഇനി വളരാൻ ഒട്ടും ഇല്ല, കണ്ടമാനം അങ്ങ് വളർന്നു, ഇനിയിപ്പം വളരാനൊന്നും ഇല്ല. അതിന് പൗലോസ് പറഞ്ഞേക്കുന്ന കണ്ടമാനം ചീർക്കുന്നെന്ന്, ചുമ്മാ ഇരുന്നെങ്കിൽ വീർക്കും. ഞങ്ങളുടെ നാട്ടിലൊരു തവളയുണ്ട്, അതിന് കുട്ടത്തിമാക്കറി എന്നാണ് പറഞ്ഞത്, ചുമ്മാ ഇരിക്കുമ്പം വീർക്കും. അങ്ങ് തോന്നുക അങ്ങ് നന്നായിട്ട് വളർന്നെന്ന്. എന്നാൽ ഇരിക്കുന്ന പുള്ളിയോട് ചോദിക്കുക, എന്നാൽ പുസ്തകക്രമം ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെ കാണാതെ പറഞ്ഞാൽ പറയും അടുത്ത ആഴ്ച നോക്കുന്നേ പറയാമെന്ന് പറയും. ഇരിപ്പ് കണ്ടാലോ ആ പൂർണ്ണ വളർച്ച എത്തിയതുപോലെ ഇരിക്കുന്നേ. അപ്പം അത് ദൈവം ഇഷ്ടപ്പെടുന്നില്ല. നമ്മൾ ഓരോ ദിവസവും പഠിക്കുക, ഓരോ ദിവസവും നമ്മൾ പ്രാപിക്കുക. അപ്പോൾ വളർച്ച എത്തണം, വിശ്വാസത്താൽ വളരണം. ആ എബ്രായ ലേഖനം തന്നെ 11-ാം അധ്യായത്തിൻ്റെ 24-ാമത്തെ വാക്യം വായിച്ചേ. 11-ന്റെ-24 വാക്യം ചടിയടാന്ന് വാക്യം വായിക്കുകയാണ്, ഉപകാരമായിരുന്നു. വിശ്വാസത്താൽ മോശ താൻ വളർന്നപ്പോൾ
പാപത്തിന്റെ തൽക്കാല ഭോഗത്തെക്കാളും ദൈവജനത്തോട് കൂടെ കഷ്ടം അനുഭവിക്കുന്ന തെരഞ്ഞെടുത്തു. ഇനി തമിഴിൽ വായിച്ചോ. விசுவாசத்தினாலே மோசே தான் பெரியவனான போது பார்வோனுடைய குமாரத்தின் மகன் எனப்படுவதை வெறுத்து. അപ്പൊ ശ്രദ്ധിക്കുക, ഇവിടെ വായിക്കുന്നത് വിശ്വാസത്താൽ വളർന്നു. ഒരു ദൈവഭക്തൻ വളരേണ്ടത് വിശ്വാസത്താലാ. പ്രൈസ് ദി ലോർഡ്. വിശ്വാസത്താലാ മോശയെ വളർത്തിയത്. 3 മാസം ഒളിപ്പിച്ച് വീട്ടിൽ വെച്ചു. വിശ്വാസത്താലാ. പട്ടാളക്കാരല്ല, എൻ്റെ ഭാഷ പറയാ, പട്ടാളക്കാരല്ല ചടികടാൻ ബൂട്ട് വിട്ട് പോവുക. അന്നേരം അപ്പനും അമ്മയും ആ മൂത്തവങ്ങളും എല്ലാം വിശ്വാസത്താ വളർത്തുക. സ്തോത്രം. അവർക്ക് നല്ല വിശ്വാസമാണ്. ഈ വീട്ടിൽ അമ്മ പട്ടാളക്കാർ കയറുകയല്ല, ഇവിടെ ഒരു ചെക്കിങ് നടക്കുകയല്ല. ദൈവം വിശ്വസ്തൻ. 3 മാസം വരെ ഒളിപ്പിച്ചപ്പോൾ കൊച്ചു വളരുന്നത് കൊണ്ട് പിന്നെ ഒളിപ്പിക്കാൻ നമ്മളിപ്പോൾ ഒളിച്ചിരിക്കുക. കാരണം യാതൊരു വളർച്ച ഇല്ല. ഇപ്പോൾ ഒളിച്ചിരിക്കുക. ഇരിപ്പ് കാണുമ്പോൾ അറിയാം പമ്മി ഇരിക്കുന്നത്. സഭായത്തിനാണെങ്കിലും ഏറ്റവും പുറകെ പമ്മി ആരും കാണാതെ നമ്മൾ ഈ ഗോളി വന്നിട്ട് ഇപ്പം എത്ര നാളെ വന്നിട്ടൊരു 10-20 കൊല്ലമായി. പിന്നെ നീ പമ്മി ഇരിക്കുന്നേ. വളരുന്നവനെ ഒളിപ്പിക്കാനൊക്കത്തില്ല. 3 മാസമൊക്കെ ഒളിപ്പിച്ചു. പിന്നെ കൊച്ചു വളരുന്നത് കൊണ്ട് ഒടുവിൽ ഒരു പെട്ടകമുണ്ടാക്കി പെട്ടകത്തിനകത്ത് ക്രമപ്പെടുത്തി. ഇതെല്ലാം വിശ്വാസത്താലാണ്. ഒരു ദൈവ പൈതൽ വിശ്വാസത്താൽ വളരണം. നിന്നെ വിളിച്ച ദൈവം വിശ്വസ്തനാ. നിന്നെ വിളിച്ച ദൈവം ശക്തനാ. നിന്നെ വിളിച്ച ദൈവം സർവശക്തനാ. വിശ്വാസത്താൽ മോശ താൻ വളർന്നു. ഓടിച്ചു പോകാം, എൻ്റെ വിഷയമല്ലെങ്കിലും ഞാൻ സന്ദർഭം വന്നുകൊണ്ടൊന്ന് 1-2 സൂചനകൾ തരികയാണ്. അപ്പൊ 1 വിശ്വാസത്താൽ ജനനം, 2 വിശ്വാസത്താൽ വളർച്ച, 3 നമ്മുടെ ആരാധന വിശ്വാസത്താലായിരിക്കണം. ആ 11-ാം അധ്യായത്തിന്റെ 4-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. വിശ്വാസത്താൽ ഹാബേൽ ദൈവത്തിന് കൈയിന്റേതിലും ഉത്തമമായ യാഗം കഴിച്ചു. ഇനി തമിഴിൽ വായിച്ചേ. വിശ്വാസത്തിനാലെ ആബേൽ കായിനുடைய ബലിയിലും മേന്മயான ബലിയെ ദേവൻ. അപ്പോൾ ഈ ഭാഗം പഠിക്കുമ്പോൾ ഒരു ദൈവ പൈതലിന്റെ ആരാധന വിശ്വാസത്താലാ. സ്തോത്രം. ഞാനും നിങ്ങളും ആരാധിക്കേണ്ടത് വിശ്വാസത്താലാ. ദൈവത്തെ ആരാധിക്കട്ടെ. കാരണം ഇവിടെ ഇരിക്കുന്ന ആരും യേശുവിനെ നേരിട്ട് കണ്ടിട്ടില്ല. ഒരു കുഞ്ഞുങ്ങളും കണ്ടിട്ടില്ല. എല്ലാവരും വിശ്വാസ കണ്ണാലാ കാണുന്നത്. ചില ആൾക്കാർ പറയാറുണ്ട്, അമ്മാമ്മ ഞാൻ യേശുവിനെ നേരിട്ട് കണ്ടു. എതിർക്കുന്നില്ല. സ്തോത്രം. യേശുവിനെ നേരിട്ട് കണ്ടാലൊന്നും ഇങ്ങനല്ല ഇരിക്കുന്നത്. ഇവിടെ ഇരിക്കുന്ന ആരും കണ്ടിട്ടില്ല. കണ്ടിട്ടുണ്ട് എന്ന് കൈ പൊക്കണം. വേറെ ചില ചോദ്യം ചോദിക്കാനുണ്ട്, അതുകൊണ്ടാണ്. അങ്ങനെയൊന്നും അല്ല പാസ്റ്റർ, ഞാൻ ഡയറക്റ്റ് കണ്ടതാ യേശുവിനെ. ഉണ്ടെങ്കിൽ എനിക്ക് വേറെ 1-2 ചോദ്യമുണ്ട്. അതിനാ യേശു ക്രിസ്തുവിനെ നേരിട്ട് കണ്ടാൽ നമ്മളാരും ഇങ്ങനെ അല്ല ഇരിക്കുന്നത്. സ്വഭാവം ഇതല്ല, പ്രകൃതി ഇതല്ല, രീതി അതല്ല. ഡമസ്കസിന്റെ പടിക്ക് വെച്ച് പൗലോസ് ശൗല് യേശുവിനെ നേരിട്ട് കണ്ടു. സൂര്യനേക്കാൾ നട്ടുച്ച നേരത്ത് സൂര്യനേക്കാൾ കവിഞ്ഞൊരു പ്രകാശം. വാഹനമൃഗത്തിന്റെ പുറത്തുനിന്ന് താഴെ മിന്നലടിച്ചപ്പോഴേ താഴെ ആൾ വീണു. കണ്ണിന്റെ കാഴ്ചയെ നഷ്ടപ്പെട്ടു. ശബ്ദം കേട്ടു, നീ ആരാകുന്നു കർത്താവേ? മറുപടി, നീ ഉപദ്രവിക്കുന്ന നസറയനാകുന്ന യേശു. പ്രൈസ് ദി ലോർഡ്. ആ ഡമസ്കസിന്റെ പടിക്ക് വെച്ച് കണ്ടപ്പോൾ തന്നെ ജീവിതം മാറി മറിയുക. നമ്മൾ യേശുവിനെ കണ്ടെന്ന് പറഞ്ഞിട്ട് യാതൊരു വ്യത്യാസവും വലുതായിട്ട് ചില കാര്യങ്ങളൊക്കെ വ്യത്യാസമുണ്ട്. പക്ഷേ പൗലോസ് നേരിട്ട് കണ്ടു, അത് ജീവിതത്തിൽ അറിഞ്ഞു. അതിന് കണ്ടതിൻ്റെ പ്രത്യേകത, ഈ മാർഗക്കാരെ കൊല്ലാൻ നടന്നവനാ. യേശുവിനെ കണ്ടപ്പോൾ അടുത്ത വാക്യമുണ്ട്, ഈ മാർഗക്കാരുടെ കൂടെ താമസിക്കുന്നു. അതാ കണ്ടതിൻ്റെ വിശേഷത. ഈ മാർഗക്കാരെ കൊല്ലാൻ നടന്നവനാ. പക്ഷെ ഡമസ്കസിന്റെ പടിക്ക് വെച്ച് യേശുവിനെ കണ്ടപ്പോൾ അടുത്ത വാക്യത്തിലുണ്ട്, അവൻ കുറച്ചു നാള് അവൻ സ്തോത്രം ദമസ്കസിലുള്ള ശിഷ്യന്മാരോട് കൂടെ പാർത്തു. അതാ യേശുവിനെ കണ്ടാൽ. നമ്മൾ യേശുവിനെ കണ്ടേച്ച് പിന്നെ അയലത്തുകാരെ ഇഷ്ടമല്ല, കൂടെ ആരാധിക്കുന്നവനെ വലിയ അവനെ കാണുമ്പോൾ നമ്മൾ തെക്കോട്ട് തല തിരിഞ്ഞു പോവുക. എന്നിട്ട് നമ്മൾ കീർവാണം പറഞ്ഞ് നമ്മൾ യേശുവിനെ ഒന്നും കണ്ടില്ല, നീ വല്ല പിണ്ടിവാഴയും കണ്ടതാ. അവിടുത്തെ ഭാഷയാ. യേശുവിനെ കണ്ട ഇങ്ങനെയാണോ ഇരിക്കുന്നത്? ഇല്ല. സ്വഭാവത്തിന് മാറ്റമല്ലേ? അകത്ത് ദൈവസ്നേഹം നിറയത്തില്ലേ? സ്തോത്രം, സ്തോത്രം. ഈ മാർഗക്കാരെ കൊല്ലാൻ നടന്നവൻ യേശുവിനെ കണ്ടപ്പോൾ ഈ മാർഗക്കാരുടെ കൂടെ പാർക്കുന്നു.
2, യേശുവിനെ കാണുന്നതിന് മുന്നേ പ്രാർത്ഥിക്കുന്നവനെ കൊല്ലാൻ നടന്നവനാ. യേശുവിനെ കണ്ടു കഴിഞ്ഞപ്പോൾ അടുത്ത എഴുതിക്കുക, അവൻ പ്രാർത്ഥിക്കുന്നെന്ന്. സ്തോത്രം. അവൻ അനനിയാസിനോട് പറയുക, അനനിയാസിന് കർത്താവ് ദർശനം കൊടുത്ത്, നീ നേർവീതി എന്ന തെരുവിൽ യൂദയുടെ വീട്ടിൽ ചെല്ലണം, അവിടെ ശൗൽ എന്ന് പേരുള്ള ഒരുവനുണ്ട്, അവൻ പ്രാർത്ഥിക്കുന്നു. യേശുവിനെ കാണുന്നതിന് മുന്നേ പ്രാർത്ഥിക്കുന്നവരെ കൊല്ലാൻ നടന്നവനാ. യേശുവിനെ കണ്ടു കഴിഞ്ഞപ്പം, അല്ല ഇത് വെച്ച് നിങ്ങളൊന്ന് സത്യം പറ, നെഞ്ചത്ത് കൈ വെച്ച് പറ, യേശുവിനെ ആരെങ്കിലും കണ്ടോ? യേശുവിനെ കണ്ട ഞാൻ സഹിതം നേരിട്ട് കണ്ട നമ്മൾ ഇങ്ങനല്ല. സക്കായി കാണാനായിട്ടാ ഓടിയത്. ആളിക്കുറുകിയവനാ. ഈ നാട്ടിൽ, ഞങ്ങളുടെ നാട്ടിൽ ചൊല്ലുണ്ട്, ആളിക്കുറുകിയവനെ വിശ്വസിക്കരുതെന്ന. അവിടെ ഓരോ നാട്ടിൽ ഓരോ ചൊല്ല. ആളിക്കുറുകി അകത്തോട്ട് വളഞ്ഞ് മുമ്പല്ലുന്തിയവനെ വിശ്വസിക്കരുതെന്ന. എല്ലാവരുടെയും കാര്യം അല്ല. അപ്പം സക്കായി ആളി, അപ്പം എല്ലാവരും നിൽക്കുമ്പോൾ പുള്ളിക്ക് കാണാനൊക്കത്തില്ല. പുള്ളി ഓടി ഒരു അത്തിയുടെ മേളിൽ കയറി. സ്തോത്രം. യേശുവിനെ കാണാനാ. അവൻ യേശുവിനെ ഒന്ന് കണ്ടാൽ മതി. പക്ഷേ ഇവൻ അത്തിയുടെ മേളിൽ കയറിയത് യേശു നേരത്തെ കണ്ടു. യേശു നടന്നു വന്ന സൂക്ഷം അത്തിയുടെ ചോട്ടി വന്നപ്പം പറഞ്ഞു, പെട്ടെന്ന് ഇറങ്ങി വരാൻ പറഞ്ഞു. സ്തോത്രം. നമ്മൾ ദൈവത്തെ കണ്ടതല്ല, ദൈവം നമ്മളെ കണ്ടതാണ്. നാം ദൈവത്തെ തിരഞ്ഞെടുത്തതല്ല, ദൈവം നമ്മെ തിരഞ്ഞെടുത്തതാണ്. സ്തോത്രം. സ്തോത്രം. നമ്മുടെ ക്വാളിറ്റി നോക്കി കണ്ടതും തിരഞ്ഞെടുത്തതുമല്ല, യോഗ്യത ഇല്ലാഞ്ഞത് കൊണ്ടാണ് നമ്മെ കണ്ടത്. ഒരു യോഗ്യതയും ഇല്ലാഞ്ഞത് കൊണ്ടാണ് നമ്മെ തിരഞ്ഞെടുത്തത്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഈ സക്കായി യേശുവിനെ കാണാൻ വേണ്ടിയാ അത്തിയുടെ മേളിൽ കയറിയത്. യേശു അവന് അവിടെ ചെന്ന്, യേശു നേരത്തെ കണ്ട അത്തിയുടെ കിടുമ്പ് ഉരുണ്ട് വീടരുത്, ഉരുണ്ട് വീടരുന്ന് എഴുതിയിട്ടില്ല, ഞാൻ എൻ്റെ ശൈലി പറയുക. എപ്രാളത്തിനെങ്ങാനും ഇറങ്ങി വരാൻ പറഞ്ഞു. അവൻ യേശുവിനെ കണ്ടു. യേശുവിനെ കണ്ടപ്പം രീതി കണ്ട, വീട്ടിൽ കൊണ്ടുപോയി. യേശു പറഞ്ഞു, ഇന്ന് നിൻ്റെ വീട്ടില്ല. വേണ്ട കർത്താവ്, സൗകര്യമൊന്നുമില്ല, വലിയ ബുദ്ധിമുട്ടുകളാ എന്നൊന്നുമല്ല, കാണണമെന്നുള്ളായിരുന്നു, കണ്ടല്ലോ, എന്നാൽ ഞാൻ പോവാം. അങ്ങനല്ല, വീട്ടിൽ കൊണ്ടുപോയി. യേശുവിനെ കണ്ടാൽ വ്യത്യാസമാണ്. വീട്ടിൽ ചെന്ന് കാര്യങ്ങളെല്ലാം പറഞ്ഞ്, ഭക്ഷണത്തിനുമൊക്കെ ഇരുന്ന് കാര്യം പറഞ്ഞപ്പോൾ പുള്ളി തന്നെ പറഞ്ഞ്, യേശുവിനെ കണ്ടു കഴിഞ്ഞപ്പോൾ ആരോടേലും വല്ലതും ചതിവായിട്ട് വാങ്ങിയിട്ടുണ്ടെങ്കിൽ നടുപ്പിത്തി തട്ടിയേച്ച് യോഗം നടത്താമെന്നല്ല. നമ്മളായിരുന്നു പറയാം, ആരോടേലും വല്ലതും വാങ്ങിയിട്ടുണ്ട്, യേശുവെ ഞാൻ ഈ നടുപ്പിത്തി പൊളിക്കാനിരിക്കുക, യോഗം വെക്കാൻ. നീ നടുപ്പിത്തിയും പൊളിക്കണ്ട, ഇടപ്പിത്തിയും പൊളിക്കണ്ട. സക്കായി പറഞ്ഞതാ. യേശുവിനെ കണ്ടപ്പം ചതിവായിട്ട് 4 ഇരട്ടി. യേശുവിനെ കണ്ടാൽ ഇങ്ങനെ ഉണ്ടാകും. നമ്മൾ കണ്ടേച്ച് പിന്നെയും 4 ഇരട്ടി അവൻ്റെ നമുക്കാൻ നിൽക്കുക. യേശുവിനെ കണ്ടെന്നാ പറഞ്ഞത്. എന്നാലും നമ്മൾ മറ്റവനെ കമത്തി അടിക്കുന്നത് എങ്ങനെയാന്നാ? നിന്നെ കാണും ജനങ്ങൾക്കു പിന്നെ ദുഃഖം ഒന്നുമില്ല, നിന്നെ കാണും ജനങ്ങൾക്കു പിന്നെ ദുഃഖം ഒന്നുമില്ല. പരപരമേശ പരമരുളീശ രക്ഷാസ്ഥാനം. പരപരമേശ പരമരുളീശ രക്ഷാസ്ഥാനം. കാർമേഘത്തിനുള്ളിലും ഞാൻ മിന്നും സൂര്യശോഭ കാണും. കാർമേഘത്തിനുള്ളിലും ഞാൻ മിന്നും സൂര്യശോഭ കാണും. ഓ പരപരമേശ പരമരുളീശ രക്ഷാസ്ഥാനം. അമ്മേൻ. പരപരമേശ പരമരുളീശ രക്ഷാസ്ഥാനം. കരമുയർത്തി ദൈവത്തെ മഹത്വപ്പെടുത്തിയാട്ടെ. ഒരു ചിന്താഭാരം ഉള്ളത് കൊണ്ടാണ്. നിങ്ങൾക്ക് ഞാൻ മലയാളത്തിൽ പ്രസംഗിക്കുന്ന മനസ്സിലാകുന്നുണ്ടോ? ആർക്കേലും പിടികിട്ടാത്തവരുണ്ടോ? ഇല്ല.
അല്ല നിങ്ങളുടെ നോട്ടോ ഇരിപ്പം കണ്ടിട്ട് ഒന്നും മനസ്സിലാകാത്ത പോലെ ഇരിക്കുന്നു, അതുകൊണ്ട് ചോദിച്ചെന്നേ ഉള്ളൂ. അതുകൊണ്ട് ചോദിച്ചതാ. നിങ്ങൾക്കും മനസ്സിലാകുന്നുണ്ടല്ലോ എല്ലാവർക്കും. അല്ല ഇരിപ്പ് കണ്ടിട്ടൊന്നും പിടികിട്ടാത്ത പോലൊക്കെ ഇരിക്കുന്നു, അതുകൊണ്ട് ചോദിച്ചെന്നേ ഉള്ളൂ. ഉണ്ടെങ്കിൽ നമുക്ക് തമിഴിലോട്ട് തന്നെ പരിഭാഷയ്ക്ക് ആളിനെ എന്നാലും ഒരു പ്രതികരണ ശേഷി നഷ്ടപ്പെട്ടതുപോലെ ഇരിക്കുന്നു. ഇത് വാങ്ങും. അപ്പൊ ശ്രദ്ധിക്കുക, യേശുക്രിസ്തുവിനെ കണ്ടു കഴിയുമ്പോൾ വലിയ വ്യത്യാസമാണ്. യേശുവിനെ കണ്ടു കഴിഞ്ഞപ്പോൾ പ്രാർത്ഥിക്കുന്നവരെ കൊല്ലാൻ നടന്നവൻ പ്രാർത്ഥിക്കുന്നവരുടെ വീട്ടിൽ താമസിക്കാൻ തുടങ്ങി. പ്രാർത്ഥിക്കുന്നവരെ കൊല്ലാൻ നടക്കുന്നവൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി. ചതിവായി വാങ്ങിയവൻ യേശുവിനെ കണ്ടു പറഞ്ഞു 4 ഇരട്ടി തിരിച്ചു കൊടുക്കുക എന്ന് പറഞ്ഞു. സ്തോത്രം. തന്നെത്താൻ ശോധന ചെയ്താൽ മതി യേശുവിനെ കണ്ടോന്ന്. അപ്പൊ യേശുവിനെ കാണാൻ ഒരുത്തൻ, ഈ നമ്മൾ എവിടെ ഇരുന്നാലും യേശു നമ്മളെ കാണും. സാമാനങ്ങളുടെ ഇടയിൽ കയറി ഒളിച്ചിരുന്നാലും സൂക്ഷം നിന്നെ പോക്കും. ഇവൻ അത്തിയുടെ മേളിൽ കയറിയിരിക്കുക, സൂക്ഷം താഴെ വന്നപ്പോ യേശു പറഞ്ഞു പെട്ടെന്ന് ഇറങ്ങി. ഒരുത്തൻ നേരാണ്ട് അത്തിയുടെ കീഴേ ഇരിക്കുന്നു. അത്തിയുടെ കീഴേ ഇരിക്കുന്നു. അവൻ ചോദിച്ചു എന്നെ എപ്പോൾ കണ്ടു? നീ അത്തിയുടെ കീഴിൽ ഇരുന്നപ്പോഴേ ഞാൻ നിന്നെ. അപ്പം അത്തിയുടെ മേളിൽ ഇരുന്നാലും കാണും. അന്നേരം വേണ്ട അപ്പനും അമ്മയും അത്തിയല കൂട്ടത്തിനൊട്ട് സാറ്റ് കളിക്കുന്നു. അത് ദൈവം കണ്ടു. കണ്ടെങ്കിലും ദൈവം ചോദിച്ചു എവിടാന്ന് ചോദിച്ചു. ഇവർ പറയണം ഇന്നടുത്താന്ന്, അല്ല ദൈവത്തിന് അറിയാഞ്ഞിട്ടൊന്നുമല്ല. എവിടാന്ന് ചോദിച്ചു. എനിക്ക് തോന്നുന്നത് മിക്കവാറും അത്തിക്ക് മറഞ്ഞായിരുന്നത്. കാരണം അതിൻ്റെ ഇലയെല്ലാം കൂടെ വീതിയുള്ള ഇലയാന്നാ പറയുന്നത്. എന്തായാലും വീതി ഉണ്ടെങ്കിലും ഇല്ലേലും കൊള്ളാം. അമ്മാമ്മ ആദ്യം തയ്യൽ മെഷീനൊക്കെ അതെല്ലാം തയ്ച്ച്, ഞാനെപ്പോഴും പ്രസംഗം പറയും അച്ചായന് ഒരു ബർമുഡായും അമ്മാമ്മയ്ക്കൊരു മിടി. എനിക്കൊന്ന് മിടി തയ്ച്ച് തീരാറായപ്പോഴാ ദൈവം തമ്പുരാൻ വരുന്നു. ഉടനെ അതെടുത്തോണ്ട് അത്തിക്ക് മറഞ്ഞു. കർത്താവ് ചോദിച്ചു എവിടാന്ന് ചോദിച്ചു. അറിയാൻ മേലായിട്ടല്ല, പറയണം. ഏത് മരത്തിനാ മറഞ്ഞെന്നൊന്നും അവിടെ എഴുതിയിട്ടില്ല, എൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞെന്നേ ഉള്ളൂ. അപ്പം ഇങ്ങനെ ചിന്തിച്ചു, അത്തിയുടെ മേളിൽ ഇരുന്നാലും യേശു കാണും, അത്തിയുടെ കീഴി ഇരുന്നാലും യേശു കാണും, അത്തിക്ക് മറഞ്ഞിരുന്നാലും യേശു. സങ്കീർത്തനക്കാരൻ ഒരു പ്രയോഗം നടത്തി, നീ ഉഷസ്സിൻ്റെ ചിറക് ധരിച്ച് സമുദ്രത്തിൻ്റെ അറ്റത്ത് പോയി പാർത്താലും അവിടത്തേക്ക് മറഞ്ഞിരിക്കത്തില്ല. ഇരിക്കുന്നതും ഞാൻ എഴുന്നേൽക്കുന്നതും കർത്താവു കാണും. പിന്നെ പാട്ട് പാടുമ്പം ഇതിൻ്റെ ശബ്ദം ഇച്ചിരി താഴെ നിൽക്കണം. അത് അവരോട് പിണക്കം ഉണ്ടായിട്ടല്ല, അവരെ സ്നേഹിക്കുന്നത് കൊണ്ടാണ്. ഈ പാട്ടിൻ്റെ ശബ്ദം മേളിൽ നിൽക്കണം എന്നോർത്ത് നിങ്ങൾ വായിക്കാതെ തബല വായിക്കാതെ അറിയാമല്ലോ, ഞാൻ പറയണ്ടല്ലോ, അവരെന്നേക്കാൾ അറിവുള്ളവർ. ആത്മീക ശുശ്രൂഷയ്ക്കതാ കാരണം. ഇവിടെ പാടുന്ന പാട്ട് വചനത്തെ അടിസ്ഥാനപ്പെടുത്തിയുള്ള പാട്ട്. അപ്പോൾ ഈ പാടി വെക്കുന്നത് എന്നാന്ന് ഇരിക്കുന്നവർ കേൾക്കണം. ഇല്ലേ നിങ്ങൾ തിരിച്ചു പോകുമ്പോൾ പറയും അയ്യന്നെ അന്ന് അയാളെ ഏതാണ്ടെല്ലാം പാടി വെച്ച് പോകുന്നത് കേട്ടോ, ഒന്നും പിടി കിട്ടിയില്ല. അപ്പോൾ അത് വരരുത്. അല്ലെങ്കിൽ അയാൾക്ക് അങ്ങനെ വായിക്കൊള്ളാത്ത കുറേ പാട്ടും പഠിച്ചുകൊണ്ട് അയാൾ നടക്കുക. ഒന്നാളൊരു തള്ള പറഞ്ഞ് ജാമ്പുവാൻ്റെ കാലത്തെ പാട്ടാണ്. ഞാൻ പറഞ്ഞു ബോധമല്ല, നിങ്ങൾക്ക് ബോധമൊന്നുമില്ലെന്ന് പറഞ്ഞു. ഭക്തന്മാരെഴുതിയ പാട്ടാണ്. യൂസ്തൂസ് ജോസഫ്, മോശവത്സല ശാസ്ത്രികൾ, അത് ഈ ദേശക്കാരനാണ്. മോശവത്സല ശാസ്ത്രി എന്തോ പാട്ടാ. വിദ്വാൻ കുട്ടിച്ചൻ്റെ പാട്ടും മോശവത്സലം ശാസ്ത്രികളുടെ പാട്ടും സൈമൺ സാറിൻ്റെ പാട്ടും അതിനോട് കിട പിടിക്കാൻ ഇന്ന് ഒരൊറ്റ പാട്ടുകാരില്ല ക്രിസ്തീയ ലോകത്ത് വിശേഷിച്ച് മലയാളത്തിലുള്ള പാട്ടുകളിൽ. സ്തോത്രം. വിദ്വാൻ കുട്ടിച്ചൻ, മോശവത്സല ശാസ്ത്രികൾ, KV സൈമൺ. യോഗമൊക്കെ തുടങ്ങുമ്പോൾ ഇവരുടെ ഒരു പാട്ടിൻ്റെ 2 ശീല് പാടിക്കാൻ എന്തോ അനുഗ്രഹമാണെന്നറിയാമോ. നമുക്ക് യോഗം തുടങ്ങുമ്പോൾ ഏത് പാട്ട് പാടണമെന്ന് പോലും യോഗം തുടങ്ങുമ്പോൾ പാടുക.
ഇന്നാളെ നമ്മുടെ ഒരു തള്ള പാടിയത്, യോഗം അങ്ങോട്ട് തുടങ്ങിയപ്പോൾ പാസ്റ്റർ പറഞ്ഞൊരു പാട്ട് പാടും. തള്ള ഒലിവുമല ഒരുങ്ങിക്കഴിഞ്ഞല്ലോ ഒരു യോഗം തുടങ്ങുക. എന്നെ ചെയ്യാനാ ഇതിനെ? അതേസമയം മോശവലസന ശാസ്ത്രികയുടെയൊക്കെ പാട്ട് ഞാൻ പറയാനുണ്ട്. ഒരു ശാസ്ത്രികയുടെ ഒരു പാട്ടാ, ആദിത്യ ചന്ദ്രാദികളെ ചമച്ചവനു സ്തോത്രം, ബോധിച്ചതെല്ലാം ക്ഷണത്തിൽ പടച്ചവനു സ്തോത്രം. ആദിത്യ ചന്ദ്രാദികളെ ചമച്ചവനു സ്തോത്രം, ബോധിച്ചതെല്ലാം ക്ഷണത്തിൽ പടച്ചവനു സ്തോത്രം. ഏതൻ കാവിലാതം കവായോടു പല വൃന്ദ. പാടാൻ നേരമില്ല, നല്ല പാട്ടുകളാണ്. അപ്പം ഞാൻ ഈ പാട്ട് പാടുമ്പോൾ എനിക്ക് വലിയ ട്യൂണൊന്നുമില്ല. ഇവരൊക്കെ നന്നായിട്ട് ശ്രുതിയൊക്കെ നോക്കി പാടുന്ന വരാം. നമുക്ക് ശ്രുതിയില്ല, നമ്മൾ പ്രതിയാ. എന്താ പ്രതിയാ. അപ്പം എന്നാൽ ആ പാട്ടിൻ്റെ വരികൾക്കകത്ത് ദൈവശക്തി വ്യാപരിക്കും. കാരണം അത് വചനത്തെ അടിസ്ഥാനപ്പെടുത്തിയുള്ളതാണ്. അപ്പം അതുകൊണ്ടാണ് പറഞ്ഞത് പാട്ട് പാടുമ്പോൾ ഇത് നമ്മൾ ഇന്ന് നാളെയും മറ്റന്നാളും എല്ലാം നമ്മൾ ഇണങ്ങി നിൽക്കണം. സ്തോത്രം. ഇരിക്കുന്നതും ഞാൻ എഴുന്നേൽക്കുന്നതും കർത്താവു കാണുന്നു, ഗ്രഹിക്കുന്നു കർത്തനൻ ഹൃദയ നിരൂപണ. ദൂരത്തു നിന്നും തന്നെ ഇതത്ഭുതം, ദൂരത്തു നിന്നും തന്നെ ഇതത്ഭുതം. ഈ പരിജ്ഞാനം ദായകമേ, അറിയുന്നു ശോധന ചെയ്തന്റെ നാഥൻ, അറിയുന്നു ശോധന ചെയ്തന്റെ നാഥൻ. ഈ പരിജ്ഞാനം ഇരിക്കുന്നതും ഞാൻ എഴുന്നേൽക്കുന്നതും കർത്താവു കാണുന്നു, ഗ്രഹിക്കുന്നു കർത്തനൻ ഹൃദയ നിരൂപണ. ദൂരത്തു നിന്നും തന്നെ ഇതത്ഭുതം, ദൂരത്തു നിന്നും തന്നെ ഇതത്ഭുതം. ഈ പരിജ്ഞാനം, ഈ പരിജ്ഞാനം ആശ്ചര്യദായകമേ, അറിയുന്നു ശോധന ചെയ്തന്റെ നാഥൻ, അറിയുന്നു ശോധന ചെയ്തന്റെ നാഥൻ. കരമുയർത്തി ഹല്ലേലൂയ പാടിയാട്ടെ. അവിടുത്തേക്ക് മറഞ്ഞിരിക്കുന്ന ഒന്നുമില്ല. സകലതും നഗ്നവും മലർന്നുമായി അവനുമായിട്ടാണ് നമുക്ക് കാര്യം. അപ്പം അത്തയുടെ മേളിൽ ഇരുന്നാലും കണ്ടുപിടിക്കും, കീഴെ ഇരുന്നാലും കാണും. അത്തയ്ക്ക് മറഞ്ഞിരുന്നാലും കാണും, എവിടെ ഇരുന്നാലും കാണും. അപ്പൊ ശ്രദ്ധിക്കുക, ഒരു കാര്യം ഓർപ്പിക്കട്ടെ, നമ്മുടെ ആരാധന വിശ്വാസത്താല. സ്തോത്രം. ആരാധന വിശ്വാസത്താൽ. ഞാനും നിങ്ങളും ആരും യേശുവിനെ നേരിട്ട് കണ്ടിട്ടില്ല, എന്നാൽ നമ്മൾ വിശ്വാസ കണ്ണാൽ യേശുവിനെ കണ്ടോണ്ട് ആരാധിക്കുന്നേ. ഇന്ന് രാത്രിയും വിശ്വാസ കണ്ണാൽ കാണുക. എന്താ? അവിടുന്ന് നമ്മുടെ നടുവിലുണ്ട്. 2 or 3 പേർ എന്ന നാമത്തിൽ എവിടെ കൂടിയാലും ഞാൻ അവരുടെ നടുവിൽ വന്ന് അരുളി ചെയ്ത നസ്രായൻ ഇന്ന് രാത്രിയും മാറത്ത് പൊങ്കച്ചു കെട്ടവനായി, ചുട്ടുപടിപ്പിച്ച വെള്ളോടിന് സദൃശമുള്ള പാദമുള്ളവനായി, 7 നക്ഷത്രം വലകയിൽ പിടിച്ചുകൊണ്ട് ഇന്ന് രാത്രിയിൽ നമ്മുടെ നടുവിൽ കൂടി അവിടെ ഉലാവിക്കൊണ്ടിരിക്കുക. നിന്റെ സ്ഥിതിക്ക് ദൈവം മാറ്റം വരുത്തും. രോഗപീഠകളിൽ വലയുന്നവരെ ഇന്ന് രാത്രി യേശു സൗഖ്യം. ഈ രാത്രി നസ്രായ നമ്മുടെ നടുവിൽ ഉലാവിക്കൊണ്ടിരിക്കുക. മാറത്ത് പൊൻകച്ച കെട്ടുവനായി, ചുട്ടുപടിപ്പിച്ച വെള്ളോടിന് സദൃശമുള്ള ഭാരമുള്ളവനായി, 7 നക്ഷത്രം വലകിൽ പിടിച്ചുകൊണ്ട് ഇന്ന് രാത്രിയിലും അവിടുന്ന് ഉലാവിക്കൊണ്ടിരിക്കുക. വിശ്വാസത്താൽ അത് കണ്ട്, വിശ്വാസത്താൽ കണ്ട് ഇന്ന് രാത്രി ദൈവത്തെ മഹത്വപ്പെടുത്ത്. യേശു നമ്മുടെ നടുവിലുണ്ട്.
യേശു നമ്മുടെ നടുവിലുണ്ട്. അനുഭവിക്കുന്നവരെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. ഇന്ന് രാത്രി അവിടുന്ന് നമ്മുടെ നടുവ് ഉലാവിക്കൊണ്ടിരിക്കുക. ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെയുണ്ടെന്ന് അരുളി ചെയ്തവൻ ഇന്ന് രാത്രി ഇതിനകത്ത് നടകൊണ്ടോണ്ടിരിക്കുക. അനുഭവിക്കുന്നവരെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവത്തിന് മഹത്വം, 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 ദൈവത്തിന് മഹത്വം. Praise the Lord, praise the Lord, praise the Lord, praise the Lord. അപ്പൊ ജനനം വിശ്വാസത്താൽ, വളർച്ചയും വിശ്വാസത്താൽ. അങ്ങനെ വളർച്ച പ്രാപിക്കുന്ന ദൈവമക്കൾ ദൈവത്തെ ആരാധിക്കണം. ആരാധനയും വിശ്വാസത്താൽ. കയീന്റെതിലും ഉത്തമമായ യാഗം ഹാബേൽ കഴിച്ചു. അത് വിശ്വാസത്താല. ഹാബേൽ ദൈവത്തിന് കയീന്റേതിലും ഉത്തമമായ യാഗം കഴിച്ചു. ഈ ചിലരെ പറയാനുണ്ട്, ഞാനും പൊട്ടത്തരമൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോഴും ഞാൻ ചിലപ്പോഴൊക്കെ പൊട്ടത്തരം പറയും. അറിവുള്ളവർ തിരുത്തി തരികയും ചെയ്യും. അത് പൊട്ടത്തരമാണെന്ന് മനസ്സിലായാൽ ഞാൻ പിറ്റേ പ്രാവശ്യം അത് തിരുത്തി പറയും. എന്നെ ഒതുക്കാനാ ചുമ്മാ പറയുന്നെങ്കിൽ ഞാൻ അംഗീകരിക്കത്തുമില്ല. അങ്ങനെ ഉണ്ട്. നമ്മളെ ഒന്ന് ഒതുക്കാനാന്ന് നോക്കിയാൽ അത് സമ്മതിക്കുകയില്ല. പക്ഷെ പൊട്ടത്തരമാ, അത് ഇതാ ശരിയെന്ന് പറഞ്ഞാൽ ഞാൻ അത് അംഗീകരിക്കും. അപ്പം നേരത്തെ പൊട്ടത്തരവൊക്കെ ഇഷ്ടം പോലെ പറയുമായിരുന്നു. അപ്പം ഞാനും ചില കാര്യമൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഈ ഹൈസ്കൂളിൽ നിന്നൊക്കെ ഇറങ്ങുന്ന സമയത്ത് കയീനും ഹാബേലും യാഗം കഴിക്കാൻ വന്നു. കയീൻ്റെ യാഗം കൊണ്ടുവന്ന ഇതൊന്നും ജീവനുള്ളതല്ല. അന്നത്തെ രീതിയാണ്. ചേന, മത്തങ്ങ, ചേമ്പ്, കാച്ചില് അതൊന്നും അനങ്ങുന്നില്ല. എന്നാൽ ഹാബേൽ കൊണ്ടുവന്ന യാഗവസ്തു ജീവനുണ്ട്, തുള്ളുന്നുണ്ട്, കുഞ്ഞാട്. അതുകൊണ്ട് ഇന്ന് രാത്രി അനങ്ങുന്ന നിന്നെ ദൈവം ആദരിക്കും. ചുമ്മാ ഇരിക്കുന്നതിനും കിടന്ന് കുടയെന്ന് കാണാൻ നേരം നല്ലതാണ്. അനങ്ങാതിരിക്കുന്നവനെ ആരെയും ദൈവം അനുഗ്രഹിക്കത്തില്ല. അനങ്ങുന്നവനെ ദൈവം അനുഗ്രഹിക്കും. വേറൊരു നിലയിൽ പോയാൽ നല്ലതാ. പക്ഷേ ഈ ജീവനുള്ളതോ ജീവനില്ലാത്തതോ അല്ല ഇവിടുത്തെ വിഷയം. ആരാധനയ്ക്ക് വന്നവന്റെ ഹൃദയം ദൈവം നോക്കി. ഹൃദയം നോക്കിയപ്പോൾ പൂർണ്ണ സമർപ്പണത്തോടെ വന്നതാരാന്ന് ദൈവത്തിന് മനസ്സിലായി. ഹാബേലിലും അവന്റെ യാഗത്തിലും ദൈവം പ്രസാദിച്ചു. ആദ്യം ഹാബേലിൽ ദൈവം പ്രസാദിച്ചു, പിന്നാണ് അവന്റെ യാഗത്തിൽ പ്രസാദിച്ചത്. സ്തോത്രം, സ്തോത്രം. ആദ്യം ദൈവം നമ്മിലൊന്ന് പ്രസാദിക്കണം. നമ്മിൽ പ്രസാദിച്ചാൽ നാം കഴിക്കുന്ന യാഗത്തിലും ദൈവം പ്രസാദിക്കും. ഞാൻ പറയാറുണ്ട്, സ്തോത്രവും പ്രൈസ്തലോടും ഹല്ലേലിയോയും ഒക്കെ ദൈവത്തിന് ഇഷ്ടമാണ്. തൻ്റെ ജനം അങ്ങനെ പറയുന്ന ദൈവത്തിന് ഇഷ്ടമാണ്. പക്ഷേ പറയുന്ന ആളിനെയും കൂടെ ദൈവം ഒന്ന് നോക്കും. ഇതിനകത്ത് മുഴുവൻ കുരുക്കും കുന്നായ്മയും കുശുമ്പും പൈശന്യവും പാരയും ദോഷവും എല്ലാം കൂടെ വെച്ചിട്ട് ഗ്ലോറി, വിക്ടറി, കാൽവറി എന്ന് വെച്ചാൽ ദൈവം മൈൻഡ് ചെയ്യുകയല്ല. പിന്നെ ദൈവവും ചിന്തിക്കും വ്യായാമം നല്ലതാണ്, ഗ്ലോറി, വിക്ടറി. ദൈവം അങ്ങനെയല്ലോ ഒന്ന് ശരീരം ദൈവം കൊല്ലത്തൊന്നുമില്ല, ഒന്നും ചെയ്യത്തില്ല. ദൈവം അങ്ങനെ കൊല്ലുന്ന ദൈവമൊന്നുമല്ല, ജീവിപ്പിക്കുന്ന ദൈവമാണ്. സ്തോത്രം പറയാത്തവനെല്ലാം തട്ടിക്കളയും. അങ്ങനെയൊന്നും ദൈവം ചെയ്യത്തില്ല. അങ്ങനെ ഓളിൽ ഒറ്റ ഒരെണ്ണം കാണുകയില്ലായിരുന്നു. ഞങ്ങൾ പാസ്റ്റർമാർ മിക്കവരും ഇന്ന് ഇവിടെ കാണുകയില്ല. എന്നെയും കൂടെ പ്രതിയാക്കിയായി പറയുന്നു. അങ്ങനെയൊന്നും ദൈവം ചെയ്യുന്നത്, ദൈവം അങ്ങനെ ഒരു ഭീകരനൊന്നുമല്ല. അല്ല, അവിടുന്ന് സ്നേഹമാണ്. അപ്പൊ ഈ സ്തോത്രം പ്രൈസ് ദി ലോർഡും ഒക്കെ ദൈവത്തിന് ഇഷ്ടമാണ്. പക്ഷേ അത് പറയുന്ന വ്യക്തിയും കൂടെ ദൈവം ഒന്ന് നോക്കും. അകത്തിൽ നിന്നല്ലേ വരുന്നേ. അപ്പം അകത്ത് എന്തൊക്കെയാണ് ഇരിക്കുന്നതെന്ന് എനിക്ക് കണ്ടുപിടിക്കാൻ ഒക്കത്തില്ല. നിങ്ങൾക്ക് എൻ്റെ ഹൃദയത്തിൽ ഇരിക്കുന്നതും കണ്ടുപിടിക്കാൻ ഒക്കത്തില്ല. അങ്ങനെ നമ്മൾ അന്യോന്യം കണ്ടുപിടിക്കായിരുന്ന നമ്മളാരും ഇങ്ങനെ അടുത്തടുത്ത് ഇരിക്കത്തുമില്ല.
ഒരു 5-6 കസേര ഒടിഞ്ഞു പോകാൻ സാധ്യത ഉണ്ട്. മിക്കവാറും ആംബുലൻസും പോലീസും വരാനും സാധ്യത. കാരണം അടുത്തിരിക്കുന്ന പുള്ളി, ഞാൻ ഉദാഹരണം പറയാം, ഞങ്ങളിന് അടുത്തിരിക്കുക, ഉദാഹരണമാണേ, പാസ്റ്ററുടെ അമ്മാവിപ്പനായതുകൊണ്ട് പറയാം. ഞാൻ ചിന്തിക്കുക, ഞാൻ അങ്ങ് ഓപ്പണായിട്ട് പറയുക കേട്ടോ. ഞാൻ ചിന്തിക്കുക, ഇപ്പം എത്ര വയസ്സുണ്ട്? 65 ഉണ്ടോ? 72. അപ്പം ഞാൻ എൻ്റെ ശൈലി പറയാം. ഞാനങ്ങ് ചിന്തിക്കുക, ഈ മുതുക്കം വന്ന് എൻ്റെ അടുക്ക ഇരിക്കുന്നല്ലോ. ഞാനങ്ങ് ചിന്തിക്കുക, ഈ ഹൃദയത്തെ ചിന്തിക്കുന്നത് പുള്ളി അറിയുകയാണല്ലോ. അച്ചായൻ ചിലപ്പോൾ ക്ഷമിക്കും, എന്നാൽ അച്ചായനെ പോലെ വേറെ അച്ചായന്മാരുണ്ട്, അവർ ക്ഷമിക്കത്തില്ല. അവരാ തമ്പേറിൻ്റെ കമ്പെടുത്ത് തന്നെ ഉച്ചക്കിട്ടൊരു അടിക്കും. അപ്പം ചിലപ്പം ഞാനും കൊണപ്പെട്ടതല്ലെങ്കിൽ ഞാൻ ഈ മൈക്കിൻ്റെ സ്റ്റാൻഡെടുത്ത് തിരിച്ചടിക്കും. അപ്പം പിന്നെ എൻ്റെ പക്ഷമുള്ളവർ അച്ചായൻ്റെ പക്ഷക്കാരെ തല്ലും, അച്ചായൻ്റെ പക്ഷക്കാർ ഇവിടെ ഈ യോഗം നടക്കുകയില്ല. മനസ്സിലായോ? അപ്പം എൻ്റെ ഹൃദയത്തിരിക്കുന്നത് അച്ചായനും പിടികിട്ടുന്നില്ല, അച്ചായൻ്റെ ഹൃദയത്തിരിക്കുന്നത് എനിക്കും പിടികിട്ടുന്നില്ല. ഞങ്ങളുടെ പാസ്റ്റർമാരുടെ ഹൃദയത്തിരിക്കുന്നത് എന്നാന്ന് നിങ്ങൾക്ക് പിടികിട്ടുന്നില്ല, നിങ്ങളുടെ ഹൃദയത്തിരിക്കുന്നത് എന്തുവാന്ന് ഞങ്ങൾക്കും. അങ്ങനെ അന്യോന്യം പെട്ടെന്ന് പിടികിട്ടുകയാണെങ്കിൽ ഈ യോഗം ഇങ്ങനെ ഇത്ര അനുഗ്രഹമായി പോകത്തില്ലെന്ന്. ഇവിടെ വലിയ ഭൂകമ്പം ഉണ്ടായേനം. പക്ഷേ എൻ്റെയും നിങ്ങളുടെയും ഹൃദയത്തിരിക്കുന്നത് ദൈവം നന്നായിട്ട് അറിയുന്നു. അവിടത്തേക്ക് മുഴുവൻ കാര്യം അറിയാം. സ്തോത്രം. കർത്താവ് അങ്ങനെ പറഞ്ഞേ, അവരിത് നിരൂപിച്ചപ്പോൾ യേശു അതറിഞ്ഞു. നിരൂപിച്ചപ്പോൾ യേശു അറിഞ്ഞു. അതാ യേശു. അപ്പൊ ഈ ഹൃദയത്തിനകത്ത് ഈ പകയും വിദ്വേഷവും വൈരാഗ്യവും ചതിവും വഞ്ചനയും എല്ലാം വെച്ചിട്ട് നമ്മൾ ഗ്ലോറി, കാൽവറി, വിക്ടറി, ജീസസ്, പ്രൈസ് ടു ജീസസ്. പിന്നെ ദൈവം വിചാരിക്കും വായിക്കൊരു വ്യായാമം നല്ലതാ. ചുമ്മാ ഇങ്ങനെ നമുക്കാകെ വായിക്ക് വ്യായാമം പലർക്കും കിട്ടുന്നത് 3 നേരമാണ്. അപ്പം ദൈവം ഓർക്കും വായിക്കൊരു വ്യായാമം നല്ലതാണ്. പിന്നെ കയ്യും കാലും ഒക്കെ നാട്ടുന്നതും. ഞാൻ പറഞ്ഞതിൻ്റെ സാരം, സ്തോത്രം ദൈവത്തിന് ഇഷ്ടമാണ്. ആ സ്തോത്രം ചെയ്യുന്ന പാത്രത്തെയും കൂടെ ദൈവത്തിന് ഇഷ്ടപ്പെടണം. പ്രൈസ് ദി ലോർഡ്. അപ്പൊ അനങ്ങിയതോ അനങ്ങാത്തതോ, ജീവനുള്ളതോ ജീവനില്ലാത്തതോ അല്ല വിഷയം. കാരണം ലേവ്യ പുസ്തകം 1 മുതലുള്ള അധ്യായങ്ങൾ നാടോട്ട് പഠിക്കുമ്പോൾ യാഗങ്ങളുണ്ട്. ആ ഒരു യാഗം നമ്മൾ പഠിക്കുമ്പോൾ അതിനകത്ത് മൃഗത്തെ അറക്കുന്നില്ലല്ലോ. മൃഗത്തെ അറക്കാത്ത യാഗം ഉണ്ടല്ലോ. ആ യാഗത്തിൽ ദൈവം പ്രസാദിക്കുന്നുണ്ടല്ലോ. അങ്ങനെയെങ്കിൽ കാച്ചിലും ചേനയും ചേമ്പും കൊണ്ടുവന്ന നല്ല വിഷയം. കൊണ്ടുവന്നവന്റെ ഹൃദയം ദൈവം നോക്കി. ഇവൻ ആരാധിക്കാൻ വരുമ്പോൾ ഇവന്റെ അകത്തെ ചിന്ത മറ്റവനെ തട്ടണം. ഇവൻ NIV, KJV, പിന്നെ സിയോൻ ഗീതാവലി, സംഗീത രത്നാവലി, മരുപ്രയാണ ഗീതങ്ങൾ, സിയോൻ പ്രയാണ ഗീതങ്ങൾ, പിന്നെ ബൈബിളിൻ്റെ ഈ ഭാഗം ഇംഗ്ലീഷ്, ഈ ഭാഗം മലയാളം. കാരണം ഉപദേശമാരെന്തെങ്കിലും പറഞ്ഞാൽ എന്തെങ്കിലും തെറ്റുണ്ടോ ഉടനെ ആടിപ്പിടിക്കാനാ. അതൊക്കെ നല്ലതാ. പേരൊന്നും പറയത്തില്ല. എനിക്ക് അറിയാവുന്ന ഒരാളുണ്ട്, 3 ബൈബിളുമായിട്ടാണ് വരുന്നത്. NIV, KJV, പിന്നെ വേറൊരെണ്ണോ. കാരണം പാസ്റ്റർമാർ പ്രസംഗിക്കുമ്പോൾ എന്തേലും കണ്ടുപിടിക്കാൻ ഒരു വിധത്തിൽ നല്ലത്. അങ്ങനെ 2 പേര് സഭയിലുള്ളത് നല്ലതാ. പാസ്റ്റർമാരും വിവരദോഷം പറയാതിരിക്കുമല്ലോ. അല്ല, അങ്ങനെ 2 എണ്ണം ഇടത്തും മലത്തും ഇരിക്കുന്നത് അത് നല്ലതാണെന്നായി എൻ്റെ അഭിപ്രായം. കാരണം അങ്ങനെ പൊട്ടത്തരം പറയുമ്പോൾ 2 എണ്ണം ചാടി വീഴുകയാണെങ്കിൽ അടുത്ത ആഴ്ച പുള്ളി ഒന്നുമില്ല വേദപുസ്തകം വായിച്ചെങ്കിലും നല്ലതാണെന്ന എൻ്റെ അഭിപ്രായം. അപ്പൊ ശ്രദ്ധിക്കുക, നമ്മുടെ ഹൃദയമാ ദൈവം നോക്കുന്നത്. സ്തോത്രം, സ്തോത്രം. യാഗത്തിൽ ദൈവം പ്രസാദിക്കണമെങ്കിൽ യാഗം കഴിക്കാൻ വരുന്നവന് ദൈവം ഒന്ന് നോക്കും. നമ്മുടെ ഹൃദയം അങ്ങനെയാണ്. സ്തോത്രം. ഇതിനകം നന്നാകണം. ആട്ടെ, ദൈവം അതിന് കൃപ നൽകുമാറാകട്ടെ ഏവർക്കും. നമുക്ക് ഓടിച്ച് മുമ്പോട്ട് വെക്കാം. അപ്പോൾ ആരാധന വിശ്വാസത്താൽ, ആരാധന ജനനം വിശ്വാസത്താൽ, വളർച്ച വിശ്വാസത്താൽ, ആരാധന
വിശ്വാസത്താൽ. അങ്ങനെയെങ്കിൽ ഇനി താമസിക്കുന്നത് നമ്മൾ എവിടെയെങ്കിലും പാർത്താൽ അതും വിശ്വാസത്താലാ. നിങ്ങൾ ആ 11-ാം അധ്യായത്തിന്റെ 9-ാമത്തെ വാക്യം വായിച്ചേ. വിശ്വാസത്താൽ അവൻ വാഗ്ദത്ത ദേശത്ത് ഒരു അന്യദേശത്തെന്ന പോലെ ചെന്ന് വാഗ്ദത്തത്തിന് കൂട്ടവകാശികളായ ഇസഹാക്കിനോടും യാക്കോബിനോടും കൂടെ കൂടാരങ്ങളിൽ പാർത്തുകൊണ്ട് ദൈവം ശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനമുള്ളതുമായ നഗരത്തിനായി കാത്തിരുന്നു. അപ്പൊ ശ്രദ്ധിക്കുക, ആ ഭാഗം പഠിക്കുമ്പോൾ അവിടെ വിശ്വാസത്താലാ പാർക്കുന്നത്. ദൈവമക്കൾ താമസിക്കേണ്ടത് വിശ്വാസത്താല. നീ ഏത് രാജ്യത്തും ഏത് സംസ്ഥാനത്തും ഏത് പഞ്ചായത്തിലും ഏത് വാർഡിൽ ഏത് സ്ഥലത്ത് താമസിച്ചാലും ഒരു ദൈവ പൈതൽ വിശ്വാസത്താൽ പാർക്കണം. ഇതര വിഭാഗക്കാരുള്ളിടത്താ പാർക്കുന്നെങ്കിൽ നീ വിശ്വാസത്താൽ പാർക്കണം. ഒരനർത്ഥം എനിക്ക് ഭവിക്കത്തില്ല, ഒരു ബാധകം എൻ്റെ കൂടാരത്തിൽ. ഇത് അങ്ങനല്ല പെന്തിക്കോസുകാർ പറയുന്നത്. പാസ്റ്ററെ, ഞങ്ങൾ ഇവിടെ നിന്ന് വിറ്റേച്ച് പോകാനാ ആഗ്രഹിക്കുന്ന വലിയ പോരുകളാ. ഇത് പണ്ട് വേറൊരു ഗ്രൂപ്പുകാരുടെ സ്ഥലമായിരുന്നു, അതിൻ്റെതായ ചില ഞാനൊരാൾ പറഞ്ഞ് പോട്ടാ, ഈ സർവ്വലോകവും തുട്ടന്നെ അതിനെ കിടക്കുക. നീ അപ്പം ഇവിടുന്ന് വിറ്റേച്ച് എങ്ങോട്ട് പോകാനിരിക്കുക? അല്ല ഇനിയിപ്പം ചന്ദ്രനിലോട്ട് വല്ലോ അവിടെ ഇപ്പം സ്ഥലം കൊടുക്കുന്നെന്നോ മേടിക്കുന്നെന്നൊക്കെ പറയാന്ന് കേട്ട് ചന്ദ്രനും പേരും ഒക്കെ മാറ്റുന്നെന്ന് കേൾക്കുന്നു. ആരാണ്ട് മേടിച്ചെന്നും കേൾക്കുന്നു. സൂര്യനിൽ മേടിക്കുമോ എന്നുള്ളത് മേടിക്കും, മിക്കവാറും മേടിക്കും. ഇപ്പോൾ ഇങ്ങനാണെങ്കിൽ മേടിക്കും. സൂര്യനിൽ തന്നെ മേടിക്കും. ആര് തന്നെ പറഞ്ഞാലും നീതിയിൻ വഴി തേടാതെ, ആര് തന്നെ പറഞ്ഞാലും നീതിയിൻ വഴി തേടാതെ, പാപമങ്ങനെ ചെയ്തവർ പരമാവധിയോടു നശിച്ചിടും. പാപമങ്ങനെ ചെയ്തവർ പരമാവധിയോടു നശിച്ചിടും. ദൈവകോപത്തീയിൽ നീയും വെന്തരിഞ്ഞു ചാകരുതേ, നിത്യാതീയിൽ വീഴരുതേ. ദൈവകോപത്തീയിൽ നീയും വെന്തരിഞ്ഞു ചാകരുതേ, നിത്യാതീയിൽ വീഴരുതേ. ഇന്നു തന്നെ രക്ഷ നേടുക, ഇന്നു തന്നെ രക്ഷ നേടുക. സൂര്യനിരുളായിടും, സൂര്യനിൽ തരമൂടിടും. സൂര്യനിരുളായിടും, സൂര്യനിൽ തരമൂടിടും. പാരിൽ നിന്നൊരു രോദന സ്വരമാരവത്തോട്ട് പൊങ്ങിയിടും. പാരിൽ നിന്നൊരു രോദന സ്വരമാരവത്തോട്ട് പൊങ്ങിയിടും. ദൈവരോധത്തിൽ നീയും ചാകരുതേ, ഓ നിത്യാതീയിൽ വീഴരുതേ. ദൈവകോപത്തിൽ നീയും വെന്തരിഞ്ഞു ചാകരുതേ, നിത്യാതീയിൽ വീഴരുതേ. സമരം കൊണ്ടും ഫലമില്ല, കൈരോവായും ഗുണമില്ല. സമരം കൊണ്ടും ഫലമില്ല, സമരം ചെയ്താലൊന്നും ഗുണമാകുകയില്ല. സമരം കൊണ്ടും ഫലമില്ല, കൈരോവായും ഗുണമില്ല. ധരണക്കാരും മരണം വരുമ്പോൾ മോങ്ങി മോങ്ങി കരയുമേ. ധരണക്കാരും മരണം വരുമ്പോൾ മോങ്ങി മോങ്ങി കരയുമേ. ദൈവക്രോധത്തിൽ നീയും വെന്തരിഞ്ഞു ചാകരുതേ, നിത്യതീയിൽ വീഴരുതേ. ദൈവകോപത്തിൽ നീയും വെന്തരിഞ്ഞു ചാകരുതേ, നിത്യതീയിൽ വീഴരുതേ. ഇന്നു തന്നെ രക്ഷ നേടുക, ഇന്നു തന്നെ രക്ഷ നേടുക. ഇത് സുപ്രസാദ കാലം, ഇത് രക്ഷാ ദിവസമാണ്.
ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന ആരെങ്കിലും ക്രിസ്തുയേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ചിട്ടെങ്കിൽ ഇല്ലെങ്കിൽ ഇന്ന് രാത്രി നല്ല അവസരമാണ്. 5 പൈസ മുടക്കണ്ട, അരക്കാശ് മുടക്കണ്ട, ഒരു ഭൗതിക വസ്തു മുടക്കണ്ട. ഇത്രയും പ്രാർത്ഥിച്ചാൽ മതി. എൻ്റെ യേശുവേ എന്നെ രക്ഷിക്കണം, ഞാനൊരു പാപിയാ, എന്നെ ഉപേക്ഷിക്കരുത്, എൻ്റെ ഉള്ളത്തിലേക്ക് വരണം, എൻ്റെ പാപം ക്ഷമിക്കണം, എന്നെ രക്ഷിക്കണമെന്ന് ആര് പ്രാർത്ഥിക്കും അവരെ യേശു രക്ഷിക്കും. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ നമ്മൾ പാർക്കുന്നത് വിശ്വാസത്താലാ. ഏത് ദേശത്ത് പാർത്താലും വിശ്വാസത്താൽ പാർക്കണം. നമ്മുടെ അടുത്ത് വലിയ അമ്പരചുംബിയായ പള്ളി കാണും. ഗീവർഗീസ് സഗതായുടെ നാമത്തിലുള്ള പള്ളി കാണും. അന്തോണിസ് പുണ്യാളന്റെ നാമത്തിലുള്ള പള്ളി അതവിടെ ഇരിക്കട്ടെ, നമ്മൾ പൊളിക്കുമൊന്നും വേണ്ട. സെബസ്ത്യാനോസ്, നിങ്ങൾക്ക് ആർക്കും ഇത് കേട്ടിട്ടില്ലല്ലയോ? ആ നാമത്തിൽ പള്ളി കാണും, അമ്പലം കാണും, മോസ്ക് കാണും, ഗുരുദ്വാര ചിലപ്പോൾ കണ്ടെന്ന് വരും. ശുഭാനന്ദന്റെ ആശ്രമം ഞങ്ങളുടെ അവിടെ കാണും. പിന്നെ അതൊക്കെ അവിടെ ഇരിക്കട്ടെന്നേ. നിന്നെ അവിടെ നീ അതിന് നടക്കാ പാർക്കുന്നെങ്കിൽ വിശ്വാസത്താൽ പാർത്തോണം, വിശ്വാസത്താൽ പാർക്കണം. വിശ്വാസത്താൽ നീ അവിടെ പാർത്താൽ ഒരനർത്ഥവും നിനക്ക് വരികയില്ല. ഒരു ബാധയും നിന്റെ കൂടാരത്തിൽ അടുക്കത്തില്ല. പകൽ സൂര്യനെങ്കിലും രാത്രി ചന്ദ്രനെങ്കിലും നിന്നെ ബാധിക്കത്തില്ല. യഹോവ ഒരു ദോഷവും തെറ്റാതെ നിന്നെ പരിപാലിക്കും. അവൻ നിന്റെ പ്രാണനെ പരിപാലിക്കും. യഹോവ നിന്റെ ഗമനത്തെയും ആഗമനത്തെയും ഇന്ന് മുതൽ എന്നേക്കും പരിപാലിക്കും. ഹല്ലേലൂയ. വിശ്വാസത്താൽ പാർക്കണം. ഇത് വിശ്വാസമൊന്നും പാട്ടൊക്കെ പാടും. കാണുന്നു ഞാൻ വിശ്വാസത്താൽ. എന്നിട്ടാ പറഞ്ഞ ഞങ്ങൾ വിറ്റേച്ച് പോവുകയെന്ന്. വിറ്റേച്ച് എവിടാ? കുമ്പനാട് സൈഡിലല്ലോ. അവിടെ ഉള്ളവർ വിറ്റേച്ച് അങ്ങോട്ടേലും പോകുന്നവർക്ക് അവരിരിക്കുക. പാട്ടൊക്കെ നന്നായിട്ടാ. കാണുന്നു ഞാൻ. ജീസസ്. വിശ്വാസമൊന്നുമില്ലെന്ന്. നിന്റെ ദൈവം വിശ്വസ്തനാ. ദൈവം നിന്നെ ശത്രുവിന്റെ കയ്യിൽ കൊടുക്കത്തില്ല. തൻ്റെ കുറുപ്രാവനെ ദുഷ്ടമൃഗത്തിന് ഏൽപ്പിക്കത്തില്ല. അനർത്ഥ ദിവസത്തിൽ കൂടാരത്ത് നിന്നെ ഒളിപ്പിക്കും. തിരുനിവാസത്തിന് മറവ് നിന്നെ മറയ്ക്കും. പാറമേ നിന്നെ ഉയർത്തും. നീ നശിച്ചു പോകാൻ, തകർന്നു പോകാൻ ദൈവം അനുവദിക്കത്തില്ലെന്ന്. അപ്പൊ എവിടെ പാർത്താലും വിശ്വാസത്താൽ പാർക്കണം. അബ്രഹാം ഹിത്യരുടെ നാട്ടിൽ പാർത്തു. വട്ടുകളിച്ച് നടക്കുകയൊന്നും അല്ലായിരുന്നു. പെമ്പള മരിച്ചു. അബ്രഹാമിൻ്റെ ഭാര്യ സാറായി. സാറാ മരിച്ചപ്പോൾ അബ്രഹാം ചെന്ന് പറഞ്ഞു, എൻ്റെ ഭാര്യ മരിച്ചു, അടക്കാൻ സ്ഥലമൊന്നുമില്ല, ഞാനിവിടെ വന്ന് പാർക്കുന്നതിനും പരദേശിയുമാണ്. എന്നാൽ അവർ പറഞ്ഞു, അയ്യോ അങ്ങനെ പറയരുത് യജമാനനെ, നീ ഞങ്ങളുടെ ഇടയിൽ ദൈവത്തിൻ്റെ പ്രഭുവാന്ന് പറഞ്ഞു. സ്തോത്രം. നീ ഞങ്ങളുടെ നടുവിൽ ദൈവത്തിൻ്റെ പ്രഭുവാ. അവരുടെ എല്ലാം നടുവിൽ നീ പാർക്കുന്നത് വിശ്വാസത്താലായിരിക്കണം. അബ്രഹാം നമുക്ക് ഏരിയ കൊള്ളുകയല്ല, പോയാൽ കാരണം പറഞ്ഞ് ഓടുകല്ലായിരുന്നു. വിശ്വാസത്താൽ അവിടെ പാർത്തു. വിശ്വാസത്താലായിരിക്കണം പാർപ്പ്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ജനനം വിശ്വാസത്താൽ, വളർച്ചയും വിശ്വാസത്താൽ, ആരാധനയും വിശ്വാസത്താൽ. നമ്മൾ എവിടെയെങ്കിലും പാർത്താൽ അതും എല്ലാം വിശ്വാസത്താല. ദൈവത്തിന് സ്തോത്രം. ഇനി ഉപദേശമാരോട് ഞാൻ എന്നെയും കൂടെ പ്രതിയാക്കിയ നമ്മുടെ ശുശ്രൂഷയും വിശ്വാസത്താലായിരിക്കണം. ആ 11-ാം അധ്യായത്തിന്റെ 7-ാമത്തെ വാക്യം വായിക്കാം. വിശ്വാസത്താൽ നോഹ അതുവരെ കാണാത്തവയെ കുറിച്ച് അരുളപ്പാടുണ്ടായിട്ട് മതി. അപ്പോൾ അരുളപ്പാടുണ്ടായിട്ട് ഭയഭക്തി പൂണ്ട് തന്റെ കുടുംബത്തിന് രക്ഷയ്ക്കായിട്ട് ഒരു പെട്ടകം തീർത്തു. അപ്പോൾ അത് വിശ്വാസത്താലാ പ്രസംഗവും ശുശ്രൂഷയും. സ്തോത്രം. നമ്മുടെ പ്രസംഗവും നമ്മുടെ ശുശ്രൂഷയുമെല്ലാം വിശ്വാസത്താലാ. സ്തോത്രം.
പ്രത്യാശയുടെ കാര്യമൊക്കെ നമ്മൾ പ്രസംഗിക്കും, പക്ഷേ വലിയ പ്രത്യാശയൊന്നും പണ്ട് ഉപദേശിയെ വിളിച്ച് പ്രസംഗിക്കുക. പ്രസംഗ വിഷയം എന്താ? യേശു ക്രിസ്തുവിൻ്റെ വീണ്ടും വരവ്. ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞു യേശു വേഗം വരുന്നെന്ന് പറഞ്ഞു. പിന്നെ അതിൻ്റെ അനുബന്ധ വാക്യങ്ങളും ഉദാഹരണങ്ങളും സംഭവങ്ങളും ഒക്കെ നിരത്തി നന്നായിട്ട് പ്രസംഗിച്ചു. ജനമെല്ലാം പിള്ളേരുടെ ഭാഷ പറഞ്ഞാൽ നല്ല 100, 110 നിൽക്കുക. പുള്ളിയുടെ പ്രസംഗം കേട്ടാൽ അവർക്കും പ്രസംഗം തീരുന്നതിന് മുന്നേ യേശു വരും. ആ പരുവത്തിനാണ് പ്രസംഗിക്കുന്നത്. നല്ല പ്രസംഗമാണ് ഇത്. മുഴിപ്പിക്കുകയല്ല ഈ പ്രസംഗം, അതിന് മുന്നേ യേശു വരും. അതുപോലെ ഒത്തുവാക്യവും എല്ലാം ചേർത്ത് നന്നായിട്ട് പ്രസംഗിച്ചു. പക്ഷേ യേശു അന്നേരം വന്നില്ല. പ്രസംഗം തീർന്നിട്ട് വിളിച്ചവർ പുള്ളിക്ക് ഭക്ഷണം കൊടുത്തു. അതിൻ്റെ മര്യാദ ഏതാണല്ലോ. ഭക്ഷണമെല്ലാം കഴിച്ചപ്പോൾ എരിവുള്ള കൂട്ടാനുണ്ടായിരുന്നു. ഒടുവിൽ പുള്ളിക്കാരൻ ഭാര്യയോട് പറഞ്ഞു, എടി ഉപദേശിക്ക് എരിയുന്നെന്തേലും. അയ്യോ ഞാനും മറന്നുപോയി പഴം മേടിക്കാൻ. നിൽക്കാൻ പറഞ്ഞു. ചക്കയുടെ സീസൺ സമയമാണ്. അവർ പെട്ടെന്ന് പോയി 5-8 ചൊള, ചക്കച്ചൊള, തേൻവരിക്ക, അത് ചകണിയെല്ലാം മാറ്റി ആ കുരുവെല്ലാം കളഞ്ഞ് ഉപദേശിക്ക് പെട്ടെന്ന് കഴിക്കാമല്ലോ ഓർത്ത് കൊണ്ട് കൊടുത്തു. പുള്ളി അത് ഒന്ന് കഴിച്ചപ്പോൾ നല്ല മധുരം. ആ 7 ചുളയും പുള്ളി കഴിച്ചു. അത് കുഴപ്പമില്ല, പുള്ളിക്ക് കൊടുത്തതാണല്ലോ. എന്നാൽ പ്രാർത്ഥിച്ചിറങ്ങുക എന്ന് പറഞ്ഞു. ആയിക്കോട്ടെ. പ്രാർത്ഥിച്ച് ഒടുവിൽ നിർത്തുന്ന മുറിക്കും പുള്ളി വേഗം വരുന്ന കർത്താവിനെ എതിരേൽപ്പാൻ. ആ വേഗം വന്ന് കേട്ടപ്പോർത്ത് വന്നു പോയെന്ന്. പ്രാർത്ഥിച്ചിറങ്ങിയപ്പോൾ നമ്മുടെ പെന്തിക്കോസിൻ്റെ ഒരു നടത്തിപ്പൊക്കെ ഉണ്ടല്ലോ, ഒരു നടപടിക്രമം. വീട്ടുകാരന് കൈമടക്കം കൊടുത്തു. അതുമെല്ലാം വാങ്ങി സ്തോത്രം പറഞ്ഞ് ഇറങ്ങി വഴിയിലോട്ട് ചെന്ന് കഴിഞ്ഞപ്പോൾ പുള്ളി പെട്ടെന്ന് തിരിഞ്ഞ് പറഞ്ഞ്, അമ്മാമ്മേ ഒരു 5-6 കുരുവും കൂടെ കിട്ടിയാൽ കൊള്ളായിരുന്നെന്ന്. കുരു എന്തോ കുരു? ചക്കക്കുരു. അപ്പം അമ്മാമ്മ ചോദിച്ചു, പാസേ മെഴുക്ക് പുരട്ടാനാണോ അതോ തോരനാണോ എന്ന് ചോദിച്ചു. തോരനാണെന്ന് ഇച്ചിരി ഏറെ കൊടുത്തുക, മെഴുക്ക് പുരട്ടി അത്ര വേണ്ടല്ലോ, തേങ്ങാക്കൊത്തുമൊക്കെ ഇടുന്നതുകൊണ്ട്. പിന്നെ പുള്ളി പറഞ്ഞ് അത് രണ്ടിനുമല്ല, ഈയിടെ 3-4 ഏക്കർ സ്ഥലം മേടിച്ച് അതിൻ്റെ അതിരെ കുടിച്ചിടാനാണ്. ഞങ്ങളുടെ നാട്ടിലെ രീതി വെച്ച് പറയാം, സാധാരണ നാടൻ പ്ലാവാണെങ്കിൽ ഒരു ചക്കക്കുരു കുടിച്ചിട്ടാൽ കുറഞ്ഞതൊരു 5-8 കൊല്ലമെങ്കിലും വേണം ചൊട്ട വരാൻ. തടിയൊന്നും മൂക്കണ്ടായോ? ഇപ്പം പുതിയ ഇനമൊക്കെ ഉണ്ട്, 1 കൊല്ലം കൊണ്ടും 2 കൊല്ലം കൊണ്ടും. പക്ഷേ ആയുസ് അധികം ഇല്ല. ഇപ്പോഴത്തെ ഉണർവ് പോലെ ആയുസ് അധികം ഇല്ല. പെട്ടെന്ന് ചക്കയൊക്കെ വരും, നല്ല മധുരവുമാണ്. ജീസസ് സ്തോത്രം. പക്ഷേ ആയുസ് അധികം കേല. ദൈവത്തിന് മഹത്വം. വാനൊക്കെ പോയ പുള്ളി തിരിച്ചു വന്ന് ചോദിക്കുക, ഒരു 5-6 കുരുവും കൂടെ. അപ്പോൾ ചോദിച്ചാൽ പറഞ്ഞ് ഈയിടെ ഇച്ചിരി വസ്തു മേടിച്ച് അതിൻ്റെ അതിരയിലൊന്ന് ഉച്ചവരെ പ്രസംഗിച്ച തന്നെ ചക്കക്കുരു മേടിക്കരുതെന്നോ വസ്തു മേടിക്കരുതെന്നോ കുഴിച്ചിടരുതെന്നോ ഒന്നുമല്ല. എൻ്റെ വാദം അതല്ല. ആ പ്രസംഗിച്ചിട്ടത് ഒരു 2 മണിക്കൂർ പോലും ആകുന്നതിന് മുമ്പ് നേരെ ഘടകവിരുദ്ധമാണ്. ഞാൻ ആ ഭാഗത്തേക്കൊന്നും പോകുന്നില്ല. ദൈവത്തിന് മഹത്വം. നമ്മുടെ പാർപ്പെല്ലാം വിശ്വാസത്താല. നമ്മുടെ പ്രസംഗം ശുശ്രൂഷ വിശ്വാസത്താല. നോഹ വിശ്വാസത്താൽ അരുളപ്പാട് ലഭിച്ചു. നോഹയോട് ദൈവം പറഞ്ഞു, ജനം വഷളത്വത്തിലേക്ക് നീരിക്കുക, ഞാൻ വെള്ളം കൊണ്ട് ജനത്തെ നശിപ്പിക്കും. അന്ന് വരെ മഞ്ഞുകൊണ്ടാണ് ഭൂമി നനഞ്ഞുകൊണ്ടിരുന്നത്. വെള്ളപ്പൊക്കമെന്ന് പുള്ളി കണ്ടിട്ട് പോലുമില്ല. അത് എന്നതാന്ന് പോലും പറയുക. വിശ്വാസത്താൽ അത് കണ്ടു. പ്രൈസ് ദി ലോർഡ്. കാരണം ദൈവം പറഞ്ഞത്. അങ്ങനെയെങ്കിൽ പ്രിയരെ, നമ്മുടെ ശുശ്രൂഷ വിശ്വാസത്താലായിരിക്കണം. സ്തോത്രം. അങ്ങനെ വിശ്വാസത്താൽ ശുശ്രൂഷ ചെയ്യുന്ന വ്യക്തി, ആമേൻ സ്തോത്രം, യാത്ര ചെയ്യേണ്ടതെല്ലാം വിശ്വാസത്താല. നമ്മൾ എങ്ങോട്ടേലുമൊക്കെ യാത്ര ചെയ്യുമ്പോൾ അതെല്ലാം വിശ്വാസത്താൽ. അതിന്റെ 8-ാമത്തെ വാക്യം വായിച്ചാട്ടെ. വിശ്വാസത്താൽ അബ്രഹാം തനിക്ക് അവകാശമായി കിട്ടുവാനുള്ള ദേശത്തേക്ക് യാത്രയാകുവാൻ വിളിക്കപ്പെട്ടാറെ അനുസരിച്ച് എവിടേക്ക് പോകുന്നു എന്നറിയാതെ അപ്പോൾ പുറപ്പെട്ടു. യാത്ര ചെയ്യുന്നത് വിശ്വാസത്താല. ദൈവത്തിന് മഹത്വം. നമ്മുടെ യാത്ര വിശ്വാസത്താലായിരിക്കണം. അന്നമ്മമാമൻ അതുകൊണ്ടാ പാടിയത്, യാത്ര ചെയ്യും ഞാൻ ക്രൂശേ നോക്കി
യുദ്ധം ചെയ്യും ഞാൻ യേശുവിനായി ജീവൻ വച്ചിടും രക്ഷകനായി അന്ത്യസം വരെയും ജീവൻ വച്ചിടും രക്ഷകനായി അന്ത്യശ്വാസം വരെയും. അപ്പൊ ശ്രദ്ധിക്കുക, നമ്മുടെ യാത്ര വിശ്വാസത്താലായിരിക്കണം. ദൈവത്തിന് മഹത്വം. യാത്ര വിശ്വാസത്താൽ. ഇത് സിയോൻ പ്രയാണമാണ്. ഇത് നിത്യതയിലേക്ക് നമ്മൾ യാത്ര ചെയ്യുകയാണ്. എം ഇ ചെറിയാച്ചൻ മധുരകട മധുരഗായകൻ പാടിയ പാട്ടിന്റെ വരികിൽ ഇങ്ങനെ, മോക്ഷയാത്രയാണിത് ഞാൻ നടപ്പത്, അത് വിശ്വാസത്താല. നമ്മുടെ യാത്ര വിശ്വാസത്താല. വിശ്വാസത്താൽ യാത്ര ചെയ്യുന്ന നിനക്ക് ഒരു ദോഷവും വരികയില്ല. വിശ്വാസത്താൽ യാത്ര ചെയ്യുന്നവന്റെ മുമ്പിൽ ദൂതനുണ്ട്. നിന്റെ മുൻപിലും ദൂതനുണ്ട്, നിന്റെ പിറകിലും ദൂതൻ. നീ വിശ്വാസത്താൽ യാത്ര ചെയ്യുമ്പോൾ നിനക്ക് മുമ്പായിട്ട് ദൈവം ദൂതനെ അയക്കുന്നുണ്ട്. നിന്റെ കാല് കല്ല് തട്ടി പോകാതിരിക്കേണ്ടതിന് അവർ നിന്നെ കൈകളിൽ വഹിക്കും. നീ വാഹനത്തിൽ പോകുമ്പോൾ നിന്റെ വാഹനത്തിന് മുന്നേ ദൈവം ദൂതനെ അയക്കും. നീ വെള്ളത്തിൽ കൂടെ യാത്ര ചെയ്താൽ ദൂതനുണ്ട്. ആകാശമാർഗം പോയാൽ ദൈവം ദൂതനെ വിടും. നീ എവിടോട്ട് യാത്ര ചെയ്താലും നിനക്ക് മുമ്പേ ദൂതനുണ്ടെന്ന്. നമ്മുടെ യാത്ര വിശ്വാസത്താലായിരിക്കണം. പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്. ആട്ടെ, അധികം വിവരിക്കുന്നില്ല. മാത്രമല്ല, അങ്ങനെ വിശ്വാസത്താൽ യാത്ര ചെയ്യുന്ന നമ്മൾ വിശ്വാസത്തിൽ ശക്തിപ്പെടണം. അതിന്റെ 11-ാം വാക്യം വായിച്ച്, വിശ്വാസത്തിൽ ശക്തിപ്പെട്ടെന്ന. വിശ്വാസത്താൽ അബ്രഹാം തനിക്ക് അവകാശമായി കിട്ടുന്ന ദേശത്തേക്ക് യാത്രയിൽ വിളിക്കപ്പെട്ട 11-ാം വാക്യം. 11. വിശ്വാസത്താൽ സാറയും വാഗ്ദത്തം ചെയ്തവനെ വിശ്വസ്തനെന്ന് എണ്ണുകയാൽ പ്രായം കഴിഞ്ഞിട്ടും പുത്രോത്പാദത്തിന് ശക്തി പ്രാപിച്ചു. കണ്ടോ? അപ്പോൾ അത് വിശ്വാസത്താല. ദൈവത്തിന് മഹത്വം. വിശ്വാസത്താൽ സാറ ശക്തിപ്പെട്ടെന്ന്. സ്തോത്രം. ദൈവമക്കൾ വിശ്വാസത്തിൽ ശക്തിപ്പെടണം. നമ്മളെപ്പോഴാ ശക്തിപ്പെടുന്നെന്ന് ചോദിച്ചാൽ, സ്തംഭേറും സൈട്രമും ഇതെല്ലാം കൂടെ അടിച്ച് ഓളിയും കൂടെ കൂട്ടി കഴിയുമ്പോൾ ഞങ്ങളുടെ കേരളത്തിലെ നാട്ടിലെ ഭാഷയെ പറഞ്ഞാൽ അവസാനം യോഗം ഒന്ന് മൂക്കും. ആ മൂക്കുന്നവർ 10-15 മിനിറ്റ് എല്ലാവരും ശക്തിപ്പെടും. ഉച്ചയ്ക്ക് ഒരു 2:30 കഴിയുമ്പം ബലൂൻ്റെ കാറ്റ് പോയതുപോലെ. അതാണ് നമ്മുടെ ശക്തി. അങ്ങനല്ല, വിശ്വാസത്താൽ ശക്തിപ്പെടണം. ഈ വേദപഠിതാക്കൾ പറയുന്നത് അബ്രഹാം 15-ാം അധ്യായത്തിലെ ശക്തിപ്പെട്ടതാ. അബ്രഹാം 15-ലെ ശക്തിപ്പെട്ടു. കാരണം ദൈവം തമ്പുരാൻ കൈക്ക് പിടി. അബ്രഹാം യുദ്ധമെല്ലാം കഴിഞ്ഞ് ജയിച്ചു വന്നപ്പോൾ ചോദിച്ചു, അബ്രഹാമിനോട് ദൈവം പറഞ്ഞ്, പേടിക്കുമൊന്നും വേണ്ട, ഞാൻ നിന്റെ പരിചയ അതിമഹത്തായ പ്രതിഫലമാണ്. ഉടനെ അബ്രഹാം പറഞ്ഞു, നീ എനിക്ക് എന്നോ തരുമെന്ന് ചോദിച്ചു. എന്തോ തരും? അതിനാ യോടി, ഞാൻ മക്കളില്ലാത്തവനായിട്ടിരിക്കുന്നു. പിന്നെ തന്നെയല്ല, എൻ്റെ ഈ ദിവസങ്ങളിൽ എന്നെ ഭാരപ്പെടുത്തുന്നത് ഈ വസ്തുവെല്ലാം നീ എനിക്ക് തന്നതാ. പക്ഷെ ഇതിൻ്റെ എല്ലാം അവകാശി അല്ലാണ്ട് അവൻ്റെ ഇരിപ്പും നോട്ടം കാണും പറയാ, എൻ്റെ കണ്ണടയാൻ അവൻ നോക്കിയിരിക്കുക, മൊത്തം തുപ്പടെ അടിച്ചു മാറ്റാൻ. ഇവനിങ്ങനെ സ്തോത്രവും ഗ്ലോറി വിറ്ററി എന്നൊക്കെ പറഞ്ഞിരിക്കുന്നെങ്കിലും നല്ല വലിയ പൊന്നു മോനാ. സ്തോത്രം. എൻ്റെ കണ്ണടയാൻ ഇവനിങ്ങനെ നോക്കിയിരിക്കുക, അടിച്ചു മാറ്റാൻ. അതുകൊണ്ട് നീ എനിക്ക് എന്തോ തരും. ഈ ദമ്മേശക്കാരനാകുന്ന എലയാസർ അത്ര ഇതിൻ്റെ എല്ലാം അവകാശി. അപ്പോൾ തമ്പുരാൻ പറഞ്ഞു, അവറാച്ച പേടിക്കണ്ടെന്ന് പറഞ്ഞ് കൈക്ക് പിടിച്ച് മിറ്റത്തിറക്കി വെച്ച് മേമ്പോട്ട് നോക്കാൻ പറഞ്ഞു. മേമ്പോട്ട് നോക്കി നക്ഷത്രം കണ്ടു ഇതുപോലെ സന്തതിയെ തരുമെന്ന് പറഞ്ഞു. അബ്രഹാം ശക്തിപ്പെട്ടു. അബ്രഹാം ശക്തിപ്പെട്ട് മിറ്റത്തിൽ നിന്ന് പെരയ്ക്കകത്ത് കയറിയപ്പോൾ അമ്മാമ്മ പരുവക്കേടിലിരിക്കുക. അമ്മാമ്മ ചോദിച്ചു, ഇന്നലെ മുതൽ പുറത്തിറങ്ങി അകത്ത് കയറി ചെയ്യുന്നില്ല, എന്നെ പതിവില്ലാത്തൊരു ഇളക്കം. ഞാനിവിടെ കട്ടിലേ കിടക്കുന്നെങ്കിൽ ഇതെല്ലാം കാണുന്നുണ്ട്. ഇയാൾ ചാടി മിറ്റത്തിറങ്ങുകയും പിന്നെ അകത്തോട്ട് കയറുകയും മേപ്പോട്ട് നോക്കുകയും ചിരിക്കുകയും ഏതാണ്ടെല്ലാം പറയുകയും, എന്നെ ഒരു ഇളക്കം. അന്നേരം അബ്രഹാം പറഞ്ഞു, താറാമേ, ദൈവം എന്നോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ എന്നോട് സംസാരിച്ചടി.
എന്തോ ഇതിനും വേണ്ട പറഞ്ഞു. ദൈവം പറഞ്ഞു കൊച്ചിനെ തരുമെന്ന്. നിങ്ങൾക്ക് എന്നാത്തിൻ്റെ ദീനമാ ചുമ്മാ. അങ്ങനൊന്നും എഴുതിയിട്ടില്ലെങ്കിൽ ആശയം ഇതൊക്കെ തന്നെ. മനുഷ്യനെ നിങ്ങൾ ടാബ്ലറ്റ് എടുത്തില്ലേ? അതിൻ്റെ ആയത് ഇഞ്ചക്ഷൻ എടുത്തായിരുന്നോ? എനിക്ക് തോന്നുന്നത് നിങ്ങൾക്ക് സോഡിയം കുറഞ്ഞതിൻ്റെ ആണെന്നാ. അതാ ഈ പിച്ചും പെയ്യുമല്ല. ഇത് സോഡിയം കുറഞ്ഞൊന്നുമല്ല, ദൈവം ഇടപെട്ട് ബലപ്പെടുത്തി. എൻ്റെ സാറാമ്മയ്ക്ക് വലിയ വിശ്വാസമൊന്നുമില്ല. ഞാൻ വിവരിക്കുന്നില്ല. സാറാമ്മ പറഞ്ഞ് കൊച്ചിനെ തന്നു, എന്നോട് പറഞ്ഞു. എന്നിട്ട് ഞാൻ ഈ കുടുംബത്തിരുന്നിട്ട് എന്നോട് പറഞ്ഞില്ലല്ലോ. നിങ്ങളുടെ ഭാര്യയല്ലേ ഞാൻ, നിങ്ങളോട് പറയുമ്പോൾ എന്നോടും കൂടെ പറയണ്ടേ? എന്നോട് പറഞ്ഞില്ലല്ലോ. എന്നോടടി പറഞ്ഞേ. ഞാനിനിയും അലോഗ്യം ഒന്നും ഉണ്ടാക്കുന്നില്ല, എതിർക്കുന്നുമില്ല. ഒരു കാര്യം ചെയ്യുക, ഹാഗാറിൻ്റെ കൂടാരത്തിൽ പോകാൻ. അപ്പുറക്കെ സാറ പറഞ്ഞ വാക്കനുസരിച്ചു. അതൊരു ചെറിയ പാളിച്ച പറ്റി. പക്ഷേ സാറായേയും ദൈവത്തിന് ആവശ്യമാണ്. 15-ാം അധ്യായത്തിൽ അബ്രഹാമിന് ദൈവം ബലപ്പെടുത്തി. 16-ാം അധ്യായത്തിൽ അബ്രഹാം സാറയുടെ വാക്ക് കേട്ടു. 17-ാം അധ്യായത്തിൽ പരിച്ഛേദനയുടെ കർക്കശ നിയമം അങ്ങോട്ട് കൊടുത്തു. 18-ാം അധ്യായത്തിൽ മമ്മറയുടെ തോപ്പിൽ ദൈവം വന്നു. എല്ലാ ഭാഗവും വിവരിക്കുന്നില്ല. 18-ാം അധ്യായത്തിൽ ദൈവം ഡയറക്റ്റ് വന്നത് എന്തിനാന്ന് വെച്ചാൽ സാറായെ ശക്തിപ്പെടുത്താനാണ്. അബ്രഹാമിനെ 15-ാം അധ്യായത്തിൽ ദൈവം ശക്തിപ്പെടുത്തി. പക്ഷെ സാറായെയും ദൈവത്തിന് ആവശ്യമാണ്, ഭാര്യയും ഭർത്താവിനെയും ദൈവത്തിന് ആവശ്യമാണ്, മക്കളെയും ദൈവത്തിന് ആവശ്യമാണ്, മാതാപിതാക്കളെയും ആവശ്യമാണ്, ദൈവത്തിന് എല്ലാവരെയും ആവശ്യമാണ്. സകലരും ദൈവത്തിന് വേണം. പ്രൈസ് ദി ലോർഡ്. നിന്റെ വീട്ടിലുള്ള ഒരെണ്ണം നഷ്ടപ്പെടാൻ ദൈവം അനുവദിക്കത്തില്ല. നിന്റെ കുടുംബത്തിലുള്ള ഒരെണ്ണം നഷ്ടപ്പെട്ടു പോകാൻ ദൈവം അനുവദിക്കത്തില്ല. ഒരു കുളമ്പ് പോലും പട്ടുപോകാതെ വിടുവിക്കുന്ന ഒരു ദൈവമുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഞാൻ വിവരിക്കുന്നില്ല. 18-ാം അധ്യായത്തിൽ ദൈവവും ദൂതന്മാർ 3 പേര് വന്നെന്ന അതിൽ സർവജ്ഞനായ ദൈവവും കൂടെ ഡയറക്റ്റ് ഇഞ്ഞു വരിക. അബ്രഹാം വീട്ടിലൊരുക്കിയ ഭക്ഷണമെല്ലാം കഴിച്ചു ബലപ്പെട്ടു. ഒടുവിൽ ചോദിച്ചു, ആട്ടെ അവറാച്ച സാറാമ്മ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചു. അല്ല, കഴിച്ചങ്ങ് പോയാൽ പോരായിരുന്നു. നിന്റെ ഭാര്യ സാറ? അപ്പോൾ അബ്രഹാം പറഞ്ഞു, അവള് കൂടാരത്തിനകത്തുണ്ടെന്ന് പറഞ്ഞു. സ്തോത്രം. അപ്പം കൂടാരത്തിനകത്ത് ദൈവം സർവജ്ഞാനിയും സർവ്വവ്യാപിയും സർവശക്തനുമല്ലേ. ദൈവം പറഞ്ഞു അടുത്ത കൊല്ലം തലമുറയുണ്ടെന്ന്. അമ്മാമ അകത്തൊന്ന് ചിരിച്ചു. അവറാച്ചൻ കണ്ടില്ല, ദൈവം കണ്ടു. എന്തിനാ ചിരിച്ചെന്ന് ചോദിച്ചു. ആ ചോദ്യത്തെങ്കിൽ വരച്ചു. സ്തോത്രം. ചുരുക്കി പറഞ്ഞാൽ നിങ്ങൾ ആ ഭാഗം പഠിച്ചാൽ ആ ഒറ്റ വരവോടുകൂടി സാറാ ശക്തിപ്പെട്ടു. പുത്രോത്പാദനത്തിനുള്ള ശക്തി ലഭിക്കുക. നീ വിശ്വാസത്തിൽ ശക്തിപ്പെടണം. മനുഷ്യരാ ബലഹീനതയുണ്ടാകാം, പോരായ്മകൾ വരാം, അപാകതകൾ വരാം, പാളിച്ചകൾ വരാം. പക്ഷേ ആ പോരായ്മകളും അപാകതകളും പാളിച്ചകളും ആയുധമാക്കി അതിനെ നീതീകരിച്ച് ന്യായീകരിച്ചിരിക്കരുത്. അവൻ ദൈവത്തോട് ഏറ്റു പറഞ്ഞാൽ ഇന്ന് രാത്രി ദൈവം നിന്നെ ശക്തീകരിക്കും. ഇന്ന് രാത്രി ബലഹീനത മാറ്റിത്തരും. ഇന്ന് രാത്രി പോരായ്മകൾ മാറ്റിത്തന്ന് ദൈവം നിന്നെ ശക്തീകരിക്കും. ഞാൻ ഓടിച്ചങ്ങ് നിർത്താം. ബാക്കി ഭാഗം നമുക്ക് നാളെ ദൈവം അനുവദിച്ചാൽ നമുക്ക് ചിന്തിക്കാം. അപ്പോൾ വിശ്വാസത്തിൽ ശക്തിപ്പെടണം. ഓടിച്ചിനി പറഞ്ഞേക്കാം, വിവരിക്കുന്നില്ല. അടുത്തത് ആമേൻ സ്തോത്രം. വിശ്വാസത്താൽ ദൈവത്തിന് സ്തോത്രം പരീക്ഷിക്കപ്പെടും. നമ്മുടെ ജീവിതത്തിൽ പരീക്ഷകൾ വരും, അത് വിശ്വാസത്താൽ ജയിക്കണം. നിങ്ങൾ അതിന്റെ 17-ാമത്തെ വാക്യം. വിശ്വാസത്താൽ അബ്രഹാം താൻ പരീക്ഷിക്കപ്പെട്ടപ്പോൾ. വിശ്വാസത്താൽ അബ്രഹാം താൻ പരീക്ഷിക്കപ്പെട്ടപ്പോൾ. അപ്പോൾ ശ്രദ്ധിക്കുക, 8-ാമത്തെ വിഷയം പരീക്ഷകൾ വിശ്വാസത്താലാ. അതിനെ എല്ലാം ജയിച്ചോണം. ഒരു ദൈവമൈതിന്റെ ജീവിതത്തിൽ പരീക്ഷകളുണ്ട്. പരീക്ഷ ഇല്ലാത്ത ക്രിസ്തീയ ജീവിതം ക്രിസ്തീയ ജീവിതമല്ല. ബഹുമാനപ്പെട്ട കർത്തദാസൻ ഏതെങ്കിലും ഡിപ്പാർട്ട്മെന്റ് ജോലി ചെയ്തിട്ടുണ്ടോ? ഉണ്ട്. ഏത് ഡിപ്പാർട്ട്മെന്റ്? അപ്പം അദ്ദേഹത്തോട് തന്നെ കുറച്ചുകൂടെ ചോദിക്കുന്നതായിരിക്കും. അദ്ദേഹത്തിന് വിദ്യാഭ്യാസമുള്ള ആളാണ്.
അദ്ദേഹം പഠിച്ചതിൻ്റെ 1/3 ഞാൻ പഠിച്ചിട്ടില്ല. അപ്പോൾ അതുകൊണ്ടാണല്ലോ ഉന്നതമായ ജോലിയും മാന്യമായ ജീവിതവും. പഠിച്ചു വന്ന് സ്കൂളിലും കോളേജിലും പരീക്ഷ ഉണ്ടായിരുന്നു. പരീക്ഷയില്ലാത്ത സ്കൂളല്ല. നമ്മൾ പറയാം ഞങ്ങളുടെ കൊച്ചനെ ചേർത്ത് ഏത് സ്കൂളില്ല, സ്കൂളിൻ്റെ പേര് അവിടെ പരീക്ഷയില്ല കേട്ടോ. നിനക്കും മട്ട, കൊച്ചിനും മട്ട, അവിടെ പഠിപ്പിക്കുന്നവർക്കും. ആ സ്കൂളിൻ്റെ മാനേജർക്ക് മുഴുവട്ട. പരീക്ഷയില്ലാത്ത സ്കൂളാണോ? എക്സാം ഇല്ലാത്ത കോളേജാണോ? ആത്മിക ജീവിതം ഇത് തന്നെ. പരീക്ഷയില്ലാത്ത ക്രിസ്തീയ ജീവിതം അല്ല. സ്തോത്രം. മൂത്താമ്പാക്കലെ ഉപദേശിയോട് ഒരു പയ്യൻ വന്ന് ചോദിച്ചു, അവനെ കുസൃതി ചോദ്യം ആന്നേലും ചോദിച്ചു, അപ്പച്ച എല്ലാവരും പറയുന്നത് പരീക്ഷ ഉണ്ടോ? മൂത്താമ്പാക്കൽ ഉപദേശിച്ച് പറഞ്ഞു, ഉണ്ട് കുഞ്ഞെ, പരീക്ഷയുണ്ട്. അപ്പച്ചന് പരീക്ഷയുണ്ടോ? അപ്പച്ചൻ പറഞ്ഞു, ഒത്തിരിയും പരീക്ഷ കഴിഞ്ഞു, ഇപ്പോഴും പരീക്ഷയ്ക്കകത്തൂടെ പോയിക്കൊണ്ടിരിക്കുക. അവനെ കുസൃതി ചോദ്യം. അവൻ ചോദിച്ചു, അപ്പച്ചന് എപ്പോഴൊക്കെയാ പരീക്ഷയെന്ന്. ഉടനെ മൂത്താമ്പാക്കൽ ഉപദേശി തൂലിക ചലിപ്പിച്ചു. പകലിലും രാവിലും പരീക്ഷകൾ വരും, ഉറങ്ങിക്കിടന്നാലും പരീക്ഷിക്കും. പകലിലും രാവിലും പരീക്ഷകൾ വരും, ഉറങ്ങിക്കിടന്നാലും പരീക്ഷിക്കും. കരമുയർത്തി ദൈവത്തെ സ്തുതിച്ചേ. ഞാൻ ഈ പ്രസംഗത്തിൻ്റെ മുഖവര പറഞ്ഞതേ ഉള്ളൂ. ദൈവം അനുവദിച്ചാൽ ബാക്കി നമുക്ക് നാളെ വൈകിട്ട്, ഇപ്പോൾ 9:30 ആയല്ലോ, പോരെ? അത് മതി. അത് മതി. നാളെ വരുമല്ലോ. മതി. ബാക്കി നാളെ ദൈവം അനുവദിച്ചാൽ മതി. ഇപ്പോൾ ഒത്തിരി ആയാലും ഇതെല്ലാം ഓർത്തിരിക്കത്തുമില്ല. അപ്പം ദൈവം അനുവദിച്ചാൽ ബാക്കി നമുക്ക് നാളെയും മറ്റന്നാളുമായിട്ട് നമുക്ക് ചിന്തിക്കാം. സ്തോത്രം. വിശ്വാസത്താൽ ജനിക്കുക, വിശ്വാസത്താൽ വളരുക. സ്തോത്രം. വിശ്വാസത്താൽ ആരാധിക്കുക. സ്തോത്രം. വിശ്വാസത്താൽ പാർക്കുക, വിശ്വാസത്താൽ യാത്ര ചെയ്യുക, വിശ്വാസത്തിൽ ശക്തിപ്പെടുക, വിശ്വാസത്താൽ പരീക്ഷകളെ ജയിക്കുക. വിശ്വാസം എന്നതോ ആശിക്കുന്നതിന്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയമാ. കരമുയർത്തി ഹല്ലേലൂയ പാടാ. നമുക്ക് ചെറിയാച്ചൻ പാടിയ പാട്ട് ചേർന്നൊന്ന് കൈയടിച്ച് പാടാം. മോക്ഷയാത്രയാണിത് ഞാൻ നടപ്പത്, കാഴ്ചയാലയല്ല വിശ്വാസത്താലയാ. മോക്ഷയാത്രയാണിത് ഞാൻ നടപ്പത്, ഓ കാഴ്ചയാലയല്ല വിശ്വാസത്താലയാ. വീഴ്ചകൾ വന്നിടും വേളയിൽ രക്ഷകൻ കൈകളിൽ താങ്ങിടും. വീഴ്ചകൾ വന്നിടും വേളയിൽ രക്ഷകൻ കൈകളിൽ താങ്ങിടും. സിയോൻ സഞ്ചാരി യേശുവിൽ ചാരി ഞാൻ പോകുന്നു കുരിശിന്റെ പാതയിൽ. സിയോൻ സഞ്ചാരി ഞാൻ യേശുവിൽ ചാരി ഞാൻ പോകുന്നു കുരിശിന്റെ പാതയിൽ. ഓ ലോകമേതും യോഗ്യം അല്ലെനിക്കതാ. കൈയടിച്ച് ലോകമില്ല ഭാഗ്യമുണ്ട് ക്രിസ്തുവിൽ. ഓ ലോകമേതും യോഗ്യം അല്ലെനിക്കതാ. ശോകമില്ല ഭാഗ്യമുണ്ട് ക്രിസ്തുവിൽ. നാഥനും മുൾമുടി നൽകിയ ലോകമേ നീ തരൂ പേരനി എന്തിനായി. നാഥന് മുൾമുടി നൽകിയ ലോകമേ നീ തരും
ചാരി ഞാൻ യേശുവിൽ ചാരി ഞാൻ പോകുന്നു കുരിശിന്റെ പാതയിൽ സിയോൻ സഞ്ചാരി ഞാൻ യേശുവിൽ ചാരി ഞാൻ പോകുന്നു കുരിശിന്റെ പാതയിൽ സാക്ഷികൾ സമൂഹം എന്റെ ചുറ്റിലും നിൽക്കുന്നായിരങ്ങൾ സാക്ഷികൾ സമൂഹം എന്റെ ചുറ്റിലും നിൽക്കുന്നായിരങ്ങൾ ആകയാൽ ഞാൻ ഓ പാപവും പാപവും വിട്ടു ഞാൻ ഓടുമേ നേരവും യേശുവേ നോക്കിടോ പാപവും പാപവും വിട്ടു ഞാൻ ഓടുമേ നേരവും യേശുവേ നോക്കിടോ ആമേ സിയോൻ ചാരി ഞാൻ യേശുവിൽ ചാരി ഞാൻ കുരിശിന്റെ പാതയിൽ ആമേ സിയോൻ സഞ്ചാരി ഞാൻ യേശുവിൽ ചാരി ഞാൻ പോകുന്നു കുരിശിന്റെ പാതയിൽ ഓ എന്നെ നേടുന്നതാ ദോഷമോർത്തതാ നിന്നകൾ സഹിച്ചു മരിച്ചതാതനെ എന്നെ നേടുന്നതാ ദോഷമോർത്തതാ അവ നിന്നകൾ സഹിച്ചു മരിച്ചതാതനെ ഓ ധ്യാനിച്ചു മാനിച്ചു സേവിച്ചു ധ്യാനിച്ചു മാനിച്ചു സേവിച്ചു ഓ ക്ഷീണമെന്നറിയില്ല ഞാൻ സിയോൻ സഞ്ചാരി ഞാൻ യേശുവിൽ ചാരി ഞാൻ പോകുന്നു കുരിശിന്റെ പാതയിൽ സിയോൻ സഞ്ചാരി ഞാൻ യേശുവിൽ ചാരി ഞാൻ പോകുന്നു കുരിശിന്റെ പാതയിൽ സിയോൻ സഞ്ചാരി ഞാൻ യേശു പോകുന്നു കുരിശിന്റെ പാതയിൽ സിയോൻ സഞ്ചാരി ഞാൻ യേശുവിൽ സിയോൻ സഞ്ചാരി ഞാൻ യേശുവിൽ ചാരി ഞാൻ പോകുന്നു കുരിശിന്റെ പാതയിൽ കരമുയർത്തി ഹല്ലേലൂയ പാടാം ഒരിക്കൽ കൂടി ഹല്ലേലൂയ പാടാം കർത്താവ് അനുവദിച്ചാൽ നാളെ രാത്രി ഇതിൻ്റെ ബാക്കി ഭാഗം നമുക്ക് ദൈവകൃപയിൽ ശരണപ്പെട്ട് ചിന്തിക്കാം. മൈക്ക് എനിക്കിഷ്ടപ്പെട്ടു, നന്നായിട്ട് നല്ല സുഖമുണ്ടായിരുന്നു സംസാരിക്കാൻ. ദൈവം അനുഗ്രഹിക്കട്ടെ. രക്ഷിക്കപ്പെട്ടതാണോ? ഇതെല്ലാം ഓപ്പറേറ്റ് ചെയ്തേച്ച് നരകത്തിൽ പോകരുത്. ചാകാത്ത പുഴുവും കെടാത്ത തീയും ഉണ്ട്. അവിടെ ചെന്ന് പെടരുത്. ഈ യോഗം തീരുന്നതിന് മുന്നേ യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ചോണം. സ്വർഗമുണ്ട്, നരകമുണ്ട്. സ്വർഗത്തിൽ പോകണം. ഇതെല്ലാം തിരിച്ചും മറിച്ചും എന്നെ നല്ല പരുവത്തിനൊക്കെ തരുന്നുണ്ട്. നാളെ അങ്ങനെ ചെയ്യുന്നത് പറഞ്ഞെന്നോർത്ത് നാളെ ഒന്നും പ്രയാസം ഉണ്ടാക്കരുത്. സ്വർഗത്തിൽ പോകണം. യേശു മാത്രമാണ് രക്ഷകൻ. യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ചോണം.